الحمد لله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. الحمد لله الرحمة والزحمة وفي النعمة والنقمة وفي الخير والشر وفي البلاء والعطاء. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن جهنم كانت مرصادا للطاغين مآبا لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا. إنهم كانوا لا يرجون حسابا فكذبوا بآياتنا كذابا وكل شيء أحصيناه كتابا. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال نبينا وحبيبنا محمد صلى الله عليه وسلم لا يلج النار أحد بكى من خشية الله حتى يعود اللبن في الضرع. صدق رسول الله صلى الله عليه وسلم. أبدأ باسم الواحد حمدا له بالعابد صلى على محمد والآل وسلام الله. لا إله إلا الله لا إله إلا الله. أدعوك يا مولانا بأهل بدر بدرنا محمد نبينا صل عليه يا الله. لا إله سواك على من كل آفات بلا لكن مصيبات ولا أنت حميني يا الله. لا إله ദാഹമോതത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുടറബ്ബനായ സകറാത്തിയ തോമീത്തു ദീനൽ മുൻജിയ യാ മയ്യഖിഅൽ ഹാദിയ ഖീദവാമൻ യാ അല്ലാഹ്. ദാഹമോതത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും
يا من دعني لاميا ستين تمت صليا يوم تجلي مجيا آمين سلم يا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ബഹുമാനാദരവുകൾ നിറഞ്ഞ അധ്യക്ഷൻ, ഈ മഹനീയ സദസ്സിന് അർത്ഥഗംഭീരമായ ഒരു ഭാഷണം നടത്തി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ, വേദിയിലും സദസ്സിലുമായിട്ടിരിക്കുന്ന പണ്ഡിത വരേണ്യന്മാരെ, ഉമറാക്കളെ, ഉലമാക്കളെ, ഇന്നാട്ടിലെ നല്ലവരായ കാരണവന്മാരെ, സഹോദര സഹോദരിമാരെ, ഉമ്മബെങ്ങന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നിമിഷം അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജീവിതത്തിന്റെ വഴിധാരകളിലൂടെ ജീവിതം ധന്യമാക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത മുഴുവൻ സഹോദരങ്ങൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സന്തോഷം നൽകുമാറാകട്ടെ. ഈ ഉച്ച സമയത്തും എല്ലാ ക്ഷീണവും മാറ്റിവെച്ചുകൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട വേദിയിലേക്ക് കടന്നു വന്ന മുഴുവൻ സഹോദരങ്ങൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനേക്കാൾ ഉപരി അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അലങ്കാരങ്ങളുടെ, ആവിഷ്കാരങ്ങളുടെ അന്തസത്തകൾ ആർജവത്തോടെ ആണ്ടെടുക്കുന്നവരിൽ അള്ളാഹു നമ്മെ മുഴുവനും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട മജ്ലിസുൻ നൂർ അതിൻ്റെ വാർഷികവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതുപോലെ ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. വളരെയേറെ സന്തോഷമാണ് മജ്ലിസുൻ നൂറിൻ്റെ വേദിയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ. എന്തുകൊണ്ടും ഏതുകൊണ്ടും ഓരോ മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം, ഓരോ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഓരോ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ദുരൂഹതകളുമായി മനുഷ്യർ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ വിഷമങ്ങൾക്കും മുന്നിൽ നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ബദരീങ്ങളുടെ നാമങ്ങളാണ്. ഇത് അവസാനത്തെ പത്താൻ. അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട റഹ്മത്തിന്റെ 10 സലാം പറഞ്ഞു പിരിഞ്ഞു, മഗ്ഫിറത്തിന്റെ 10 സലാം പറഞ്ഞു പിരിഞ്ഞു. ഇനി ഉള്ളത് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്ഖും മിനന്നാർ, നരകമോചനത്തിന്റെ 10 ആ 10നെ പറ്റി ഒരുപാട് പറയാറുണ്ട്. പക്ഷേ മജ്ലിസുൻ നൂറുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട് മജ്ലിസുൻ നൂറിനെ പറ്റി എന്തെങ്കിലും നമ്മൾ പറയാതെ നേരെ അതിലേക്ക് പോകുന്നത് ഉചിതമല്ല എന്ന് കണ്ടുകൊണ്ട് മജ്ലിസുൻ നൂറിനെ പറ്റി അല്പം ഒന്ന് സംസാരിച്ചിട്ട് ഇൻഷാ അല്ലാഹ്, അധികമൊന്നും പറയാനുള്ള സമയം നമുക്കിവിടെ ഇല്ല. ഇവിടെ ഇനി മജ്ലിസുൻ നൂർ നടക്കാനുണ്ട്. പിന്നെ 1 മണിക്കൂർ എനിക്കുള്ളൂ. ഇടയ്ക്ക് നിർത്തണം നമ്മൾ ഇൻഷാ അല്ലാഹ്. എവിടെങ്കിലും ഞാൻ കൊണ്ട് നിർത്തും ഇൻഷാ അല്ലാഹ്. എന്നും പറഞ്ഞാൽ എല്ലായിടത്തും നിർത്തും ഇൻഷാ അല്ലാഹ്. നമുക്ക് മനസ്സിലാവുന്ന കോലത്തിൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഞാനിപ്പോൾ ഒരു പരിപാടി കരിങ്കലത്താണി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ആ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അപ്പോൾ അള്ളാഹു യസീർ സക്രാത്തൊക്കെ എനിക്ക് എളുപ്പമാക്കി തന്നു. 3 മണിയുടെ പറഞ്ഞാൽ മതി. അള്ളാഹു നമുക്ക് സന്തോഷവും ആനന്ദവും അള്ളാഹു നമുക്ക് നൽകട്ടെ. ആദരവായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ബദരീങ്ങൾ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നമ്മൾ എന്തിനിപ്പോൾ ബദറിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നെന്ന് നമ്മൾ ചോദിച്ചാൽ മജ്ലിസുൻ നൂറിൽ പറയുന്നത് മുഴുവനും അവരുടെ നാമങ്ങളാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന് വേണ്ടി വിശപ്പ് സഹിച്ചുകൊണ്ട്, ചെരുപ്പില്ലാതെ, വാളുകളില്ലാതെ, ധരിക്കാൻ നല്ല ഒരു വസ്ത്രമില്ലാതെ, വിശന്നിട്ടിയ വയറുമായി നോമ്പ് നോറ്റുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോയ സ്വഹാബത്ത്, അവരെ പറ്റിയാണ് നമ്മളിവിടെ ചർവണം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. ആ ഒരു ബദറിൽ പങ്കെടുത്ത മഹാരഥന്മാരെ കുറിച്ച് പറയുമ്പോൾ ഈ ഇരിക്കുന്ന നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആവേശം കൊള്ളണം.
എന്ന് പറഞ്ഞാൽ ബദരീങ്ങളുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹും എന്ന് പറയണം. അത് അവരോടുള്ളൊരു സ്നേഹമാണ്, മഹബത്താണ്, അനുരാഗമാണ്. അതല്ലാതെ വെറുതെ ഏതായാലും ഇപ്പോൾ ഉച്ചയല്ല കുറേ നേരം മിണ്ടാതിരിക്കുക എന്ന് വിചാരിക്കരുത്. ബദരീങ്ങളെ കുറിച്ച് പറയുമ്പോൾ സ്നേഹം ഉണ്ടാവുക. എന്തിന്? അതിലേക്ക് അധികം പോകണില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിളിച്ചു, നിങ്ങൾ എന്നോടൊപ്പം കടന്നു വരണം അള്ളാഹുവിന്റെ ദീനിനെ നിലനിർത്താൻ. നമ്മളിവിടെ പാടാൻ പോകുന്ന ഈ ബദരീങ്ങളെ കുറിച്ച് നമുക്കിവിടെ എന്തറിയാം? നമ്മളിങ്ങനെ പാടുന്നു ഔസൻ വഉവൈസൻ വഹാരിസൻ വസാലബത്തും വസാലബത്തും വഹാരിസും വഹാരിസ വഹാതിബും വഹാതിബ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ആരാണ്? വെറുതെ കുറച്ച് പിന്നെ ആരിസമാരുടെ പേരോ ഉമറും ഉമൈറും അബ്ദുള്ളയും ഉബൈദുള്ളയും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിനെ നിലനിർത്താൻ വേണ്ടി ഇതുപോലെ നിങ്ങൾ ഇവിടെ കടന്നു വന്നിരുന്നത് തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ബദർ നടന്നതുകൊണ്ടാണ്. ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത് ആ പരിശുദ്ധമാക്കപ്പെട്ട ബദരീങ്ങളെ കുറിച്ചാണ്. ആ ബദരീങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ വിഷം തൊട്ടിയ വയറാൻ. ഇന്നിപ്പോഴും നോമ്പ് തുറക്കുമ്പോഴോ ഈ ഇരിക്കുന്ന എന്നെയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സുവിശേഷമായ ഭക്ഷണം അല്ലേ? ചില ആളുകളൊക്കെ നോമ്പ് തുറയുടെ മാസം തന്നെ ആക്കി മാറ്റി. ഫുൾ ടൈം നോമ്പ് തുറ അല്ലേ? സുബഹിന്റെ സമയം മുതൽ സുബഹി മുതൽ അസർ വരെ ഒന്നും കഴിക്കാതിരുന്ന, അല്ലെങ്കിൽ മഗ്രിബ് വരെ ഒന്നും കഴിക്കാതിരുന്നാൽ മഗ്രിബ് മുതൽ സുബഹി വരെ കഴിക്കണ പാർട്ടിക്കാരുണ്ട് അല്ലേ? നോമ്പ് വെറും നോമ്പ് തീറ്റയുടെ മാസമാക്കി മാറ്റി. അങ്ങനെയും ചില ആളുകളുണ്ടല്ലോ. ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു പോകുമ്പോ, സഹാബത്തും കൂടി കടന്നു പോകുമ്പോ ചെരുപ്പ് പോലും ധരിക്കാനില്ലാതെ സാധുക്കളായ സ്വഹാബത്തിന്റെ കാല് പൊട്ടി ചോര ഒലിച്ചു വന്നിട്ട് കാലിന്റെ പാദം ഇളകി മാറി. കാലിന്റെ പാദം ഇളകി തൂങ്ങാൻ തുടങ്ങി. അവിടുന്ന് ഒന്ന് മുറിച്ചു കളയാൻ നല്ലൊരു മൂർച്ച ഉള്ള വാള് പോലും ലഭിക്കാതെ സുബ്ഹാനല്ലാഹ് സാധുക്കളായ ബദറിൽ പങ്കെടുത്തു പോയ സഅദ് റളിയല്ലാഹു അൻഹു അടുത്തുള്ള ഒരു സഹാബിയുടെ കയ്യിൽ നിന്ന് വാളങ്ങ് മേടിക്കുകയാണ്. തന്റെ കാലങ്ങോട്ട് മുറിച്ച, തന്റെ കാലിന്റെ മാംസം തൂങ്ങിക്കിടക്കുന്ന ഭാഗം മുറിച്ചു. എന്തിനാ ഇത് പറഞ്ഞ്? ഇത്രയും കഷ്ടപ്പെട്ടിട്ടും നമ്മളിവിടെ മജ്‌ലിസുന്നൂറിന് മാത്രം മനസ്സിലാക്കിയാൽ പറ്റൂല. ഇത്രത്തോളം കഷ്ടപ്പെട്ടുകൊണ്ട് അവർ കടന്നുപോയി ബദറിന്റെ രണാങ്കണത്തിൽ. അത് മാത്രാണോ കടന്നുപോയതോ? എന്തൊന്നേ ബിയുള്ള എൻഡിട്ടീറാബിന്ന് അബ്വാണോരോത്ത് പറയിടോളേ കുഫറുകൾ ആവേശോജായികൾ ലംഘിടോളേ. ശത്രുക്കൾ നല്ല ഭക്ഷണമുണ്ട് അവരുടെ കയ്യിൽ, അവർക്ക് കുടിക്കാൻ വെള്ളമുണ്ട്, അവർക്ക് ഭക്ഷണമുണ്ട്, അവർ ഉഷാറാണ്. പക്ഷേ സാധുക്കളായ ബദരീങ്ങളുടെ കയ്യിൽ ഒന്നും കുടിക്കാനും കഴിക്കാനുമില്ല. ഹാരിസ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുനാ റസൂലുള്ളാഹി ഉറക്കെ പറയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിൽ ഇരിക്കാൻ, അള്ളാന്റെ ഹബീബിന്റെ സമക്ഷത്തിൽ ഇരിക്കുമ്പോ ഹാരിസ് റളിയല്ലാഹു അൻഹു മുത്തുനബിന്റെ മുഖത്തേക്ക് നോക്കി. അള്ളാന്റെ ഹബീബിന്റെ മുഖത്തേക്ക് നോക്കുന്നത് മുസ്തഫ നബി തങ്ങൾ കണ്ടിട്ട് അള്ളാന്റെ റസൂല് ഹാരിസാന്റെ മുഖത്തേക്ക് നോക്കി. അങ്ങനെ ഹാരിസാന്റെ മുഖത്തേക്ക് നോക്കുമ്പോ ഹാരിസ റളിയല്ലാഹു തആല അൻഹു പെട്ടെന്ന് മുഖം താഴ്ത്തി. ശ്രദ്ധിക്കണേ, അള്ളാന്റെ റസൂൽ മുഖത്തേക്ക് നോക്കി, ഹാരിസ് റളിയല്ലാഹു അൻഹു മുഖത്തേക്ക് നോക്കി. മുസ്തഫ നബി തങ്ങൾ ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കുന്നുവെന്നറിഞ്ഞപ്പോ ഹാരിസ് റളിയല്ലാഹു അൻഹു മുഖം താഴ്ത്തി. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു ഹാരിസാനെ, അല്ല ഹാരിസ, എന്തിനാണ് മുഖം നീ താഴ്ത്തിക്കളഞ്ഞത്? നിന്നെ ബദറിന്റെ രണാങ്കണത്തിലേക്ക് കൊണ്ടുവന്നത് വിഷമമായിട്ടാണോ, ബുദ്ധിമുട്ടായിട്ടാണോ, നൊമ്പരമായിട്ടാണോ, കഷ്ടപ്പാടായിട്ടാണോ? അവിടെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് വിഷമമില്ല നബിയേ, എനിക്ക് നൊമ്പരമില്ല നബിയേ, എനിക്ക് ബുദ്ധിമുട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, അവിടത്തെയുടെ ശറഫാക്കപ്പെട്ട മുഖത്തേക്ക് നോക്കിയിരിക്കാൻ എനിക്ക് കൊതിയാണ് നബിയേ,
എന്റെ മനസ്സിന്റെ അനുരാഗത്തിന്റെ അലമാലകൾ മുഴുവനും അടങ്ങിക്കിടക്കുന്നതും അവിടത്തെയുടെ മുഖത്തിലാണ്. റസൂലല്ലാഹ്, ഞാൻ എന്തിനാണ് മുഖം കുനിച്ചതെന്നറിയോ? എന്റെ കയ്യിലുണ്ടായിരുന്ന 2 ഈത്തപ്പഴം, 2 കാരക്ക. സഅദ് റളിയല്ലാഹു അൻഹു നോമ്പ് തുറക്കുന്ന സമയത്ത് അവിടുന്ന് നോക്കുമ്പോ ഒന്നും കയ്യിലില്ല. ആ സഅദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയിട്ട് എന്റെ കയ്യിലുള്ള 2 ഈത്തപ്പഴം ഞാൻ അങ്ങ് കൊടുത്തു. അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ബാങ്കിന്റെ ധ്വനിയൊന്ന് മുഴങ്ങി കേൾക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എനിക്കവിടെ നിന്ന് നോമ്പ് തുറക്കാൻ കാരക്കയില്ല. ഞാൻ നോക്കുമ്പോ റസൂലല്ലാഹ് അവിടത്തെയുടെ സമക്ഷത്തിൽ 2 കാരക്കയുണ്ട്. ഞാൻ അവിടത്തെയുടെ മുഖത്തേക്ക് നോക്കിപ്പോയാൽ, അവിടുന്ന് എന്റെ മുഖത്തേക്കും കൂടെ നോക്കിപ്പോയാൽ എന്റെ കയ്യിൽ കാരക്കയില്ല എന്ന് മനസ്സിലായാൽ, യാ ഹബീബല്ലാഹ്, ആ കാരക്ക ഈ ഹാരിതാക്ക് തരുമല്ലോ. അതുകൊണ്ട് ഞാൻ എന്റെ മുഖത്ത് തിരിച്ചതാണ് നബിയേ. നോമ്പ് തുറക്കണ സമയത്ത് ഒന്നുമില്ല. ഹാരിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുള്ള 2 ഈത്തപ്പഴം സഅദ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു. സഅദ് റളിയല്ലാഹു അൻഹുവിന് അള്ളാന്റെ ഹബീബിന്റെ 2 ഈത്തപ്പഴം. ആ 2 ഈത്തപ്പഴം വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹാരിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നോട്ടം. സുബ്ഹാനല്ലാഹ്, ആ സകല വിഷമത്തിലായി. ഹബീബായി നബി തങ്ങളൊക്കെ നോമ്പ് തുറന്നിട്ടാണ് ഇത് ചോദിച്ചത്. ഇല്ലെങ്കിൽ ഈ 2 കാരക്കയും അവിടെ കൊടുത്തേനെ ഹബീബായ റസൂലുള്ളാഹി. ഉറക്കെ പറയും മുഹമ്മദ് മുസ്തഫ. അത്ര പട്ടിണിക്കിരുന്ന് ഇന്നിപ്പോ നോമ്പൊക്കെ ആയി കഴിഞ്ഞാൽ സുബ്ഹാന റബ്ബുൽ ആലമീനായ തമ്പുരാനെ, കടയിലുള്ള മുഴുവൻ സാധനങ്ങളും നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ ഉണ്ടാവും. അന്ന് കാരക്കയില്ല, വെള്ളമില്ല, വെള്ളം പോലില്ല, കുടിക്കാൻ വെള്ളമില്ല. എന്തിനാ ഞാൻ ഇത് പറയുന്നത്? നിങ്ങൾ എന്തിന് മജ്‌ലിസുൻ നൂർ നടത്തുന്നു എന്നുള്ളതാണ് ഞാനീ പറയണേ. അത് എന്തുകൊണ്ട് നടത്തിയുള്ള ഗുണം എന്താണെന്ന് ഞാനീ പറയുന്നത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ വിശന്ന് വെള്ളമില്ലാതെ ദാഹിച്ചവശരായി പോവുകയാണ്. അപ്പോ സ്വഹാബത്ത് മുഴുവനും ഇവിടെ നിന്നങ്ങോട്ട് യാത്ര ചെയ്തു. യാത്ര ചെയ്ത് നടന്നു പോയി. ആ നടന്നു പോയിട്ട് കാലുകളിൽ ചെരുപ്പുകളില്ല. വിഷമങ്ങളോടെ നൊമ്പരങ്ങളോടെ സ്വഹാബത്ത് നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സ്വഹാബത്ത് മുഴുവനും നടന്ന് പോയതിന്റെ ക്ഷീണം കൊണ്ട് സ്വഹാബത്ത് മുഴുവനും പാതിരാത്രിയാകുമ്പോ സ്ഖലനം സംഭവിച്ചു പോവുകയാണ്. സ്വഹാബത്തിന് കുളിക്കാതെ നിസ്കരിക്കാൻ പറ്റില്ല. സ്വഹാബത്തിന് കുളിക്കാതെ നിസ്കരിക്കാൻ പറ്റില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തേക്ക് മുത്തുനബിയേ സ്ഖലനം സംഭവിച്ചു എന്ന് ചെന്ന് പറയാൻ സ്വഹാബത്തിന് മടിയാവുകയാണ്. പക്ഷേ മടി കാണിച്ചുകൊണ്ട് നിന്ന് പോയാൽ അല്ലാഹുവേ, സ്വഹാബത്തിന് സുബഹി നിസ്കാരം ഖലാകുമല്ലോ. അത് പേടിച്ചുകൊണ്ട് സ്വഹാബത്ത് മെല്ലെ മെല്ലെ ഇലാ ഹലറത്തി റസൂലുള്ളാഹിന്റെ സമക്ഷത്തിലേക്കൊന്ന് കടന്നു പോവുകയാണ്. ചെന്നിട്ട് റസൂലുള്ളാഹിനെ മെല്ലെ വന്ന് തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, നബിയേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് പോലും വെള്ളം കുടിക്കാനില്ലാതെ അവർ വിശന്നുകൊണ്ട് വലയുന്നുണ്ട് നബിയേ, അവർ ദാഹിച്ചുകൊണ്ട് വലയുന്നുണ്ട് നബിയേ. പാല് കുടിക്കുന്ന, അമ്മിഞ്ഞ പാല് കുടിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമക്കൾക്ക് അമ്മിഞ്ഞ പാലില്ല. അതിന് പകരം ശരീരത്തിലൂടെ ഒലിച്ചു വരുന്നത് ബ്ലഡാണ് നബിയേ. അത് മാത്രവുമല്ല, യാത്രയുടെ ക്ഷീണം കൊണ്ട് അറിയാതെ ഉറങ്ങിപ്പോയ നമ്മളിൽ പല സ്വഹാബത്തിന് നമസ്കാരം സംഭവിച്ചു നബിയേ. കുളിക്കണം റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ 2 കരങ്ങളും അല്ലാഹുവിലേക്ക് അങ്ങോട്ട് ഉയർത്തുകയാണ്. ഉയർത്തിയിട്ട് ദുആ ചെയ്തു, അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിന് വെള്ളമില്ലല്ലോ, അവർക്ക് കുടിക്കാൻ തന്നെ വെള്ളമില്ലല്ലോ, നോമ്പ് തുറക്കാൻ വെള്ളമില്ലല്ലോ. സഹാബത്തിന് കുടിക്കാനില്ല, കുളിക്കാനില്ല, ഒന്നുമില്ല. അപ്പുറത്ത് ഉത്തുബത്തും ഷൈബത്തും അബൂജഹലും അബുൽ ഹക്കമും അബുൽ ഹുക്കാമും ഒക്കെ ഭയങ്കര സെറ്റപ്പിൽ വെള്ളവും ആട്ടവും പാട്ടും ബഹളവും ഫുള്ളായി കഴിഞ്ഞു കൂടുമ്പോ സാധുക്കളായ സ്വഹാബത്ത്, നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ ചൊല്ലും അവരുടെ പേര്. ഈ സാധുക്കളായ സ്വഹാബത്ത് ഇവിടെ എന്താ ചെയ്തേ? അവരിങ്ങനെ വിശന്നൊട്ടി വയറുമായി, അല്ലെ, ഒരു സ്വഹാബി ഇട്ടിരുന്ന വസ്ത്രം ഇങ്ങനെ പിടിച്ചേക്കാൻ, മേപ്പോട്ട് പിടിച്ചേക്കാൻ, മുണ്ടിലിങ്ങനെ പിടിച്ചു. ബഹുമാനപ്പെട്ട ഹാത്തിബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ നീ കുറെ നേരം ഇങ്ങനെ പിടിക്കുന്നത്? ഓ ഹാത്തിബ്, ഞാൻ ഈ മുണ്ടെടുത്തിട്ട് ഇരിക്കണില്ല, ഞാൻ ഈ ഒരു വസ്ത്രം ധരിച്ചിട്ട് ഇരിക്കുന്നില്ല ഉരിഞ്ഞു പോവാൻ. കാരണം ഇരിക്കില്ല, കാരണം വയറ്റിലൊന്നുമില്ല.
അസ്ഥിഭഞ്ജനങ്ങളായി, കണ്ണുകളൊക്കെ കുഴിഞ്ഞിറങ്ങി സാധുക്കൾ. അവിടെയോ വെള്ളവും ഒട്ടകത്തെ അറുക്കും, അതുപോലെ പിന്നെ ഒരുപാട് സ്ത്രീകളും ഒക്കെയായി, ആട്ടവും പാത്തും ഒക്കെയായി അവരിങ്ങനെ കഴിഞ്ഞുകൂടുന്നു. റസൂൽ ദുആ ചെയ്തു, രാത്രി അല്ലാഹ് എന്റെ സമുദായത്തിന് വെള്ളം കൊടുക്കണം അല്ലാഹുവേ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്ത് കഴിയുന്നതിന് മുമ്പ് നസല ഇലൈഹി മലായികത്തുൻ മിനസ് സമാ, അല്ലാഹുവിന്റെ ഗഗനലോകത്തുനിന്ന് മാലാഖമാരിങ്ങനെ വെള്ളവുമായി കാർമേഘത്തിലൂടെ കടന്നു പോയിട്ട് അല്ലാഹുവേ ഭൂമിലോകത്തേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ്. സുദൃശ്യമാന മഴയാ. അവിടുന്ന് സ്ഖലനം സംഭവിച്ചു പോയ മുഴുവൻ സ്വഹാബത്തും കുളിക്കുകയാണ്, കുളിച്ച് ഫ്രഷാവുകയാണ്, നല്ലതുപോലെ നിസ്കാരത്തിന് വേണ്ടി കടന്നു പോവുകയാ. റസൂലുള്ള പറഞ്ഞു, സ്വഹാബ അവിടെ കുറച്ച് സ്ഥലത്തേക്കൊന്ന് കുറച്ച് വെള്ളം പിടിച്ച് ശേഖരിച്ചു വെച്ചാൽ അൽഹംദുലില്ലാഹ് പിന്നീട് നമുക്ക് ആ വെള്ളം ഉപകാരപ്പെടുന്ന സ്വഹാബ എന്ന് റസൂലുള്ള പറഞ്ഞപ്പോ സ്വഹാബത്ത് അവിടെ വെള്ളം ഇങ്ങനെ ശേഖരിച്ചു വെക്കുകയാണ്. സ്വഹാബത്ത് വെള്ളം ശേഖരിച്ചു, ആവശ്യം പോലെ വെള്ളം. ഈ മഴ കൊണ്ട് പെയ്തിറങ്ങിയപ്പോ അപ്പുറത്ത് വെള്ളം കൊണ്ടുവച്ചിരുന്ന ഉത്തുബത്തും ഷൈബത്തും അബൂജഹലും ഈ സാധുക്കളെ വെള്ളത്തിന്റെ വെള്ളക്കെട്ട് പൊട്ടി, വെള്ളമെല്ലാം ഒലിച്ചുപോയി. അവസാനം വെള്ളം ഉണ്ടായിരുന്ന സ്ഥലത്ത് കുറച്ച് മണലായി. അവസാനം വെള്ളമല്ല. ഇവിടെ മുതൽ നമ്മൾ ബദരീങ്ങളുടെ മഹത്വം മനസ്സിലാക്കുക. വെള്ളത്തിന്റെ കെട്ടുപൊട്ടി, വെറും മണ്ണ് മാത്രം, തീരെ വെള്ളമല്ല അബൂജഹലിന്. സുബ്ഹാനല്ലാഹ്. അവിടെ നിന്ന് അബൂജഹൽ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ട് മുഹമ്മദിന്റെ ഹൗലിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഇപ്പൊ വെള്ളമുള്ളത് എവിടെയാണ്? നിങ്ങൾ പറയും, ഇപ്പൊ വെള്ളമുള്ളത് ഇപ്പൊ എവിടെയാ? ഒന്ന് പറയും, എവിടെ വെള്ളമുള്ളത്? ഇതിന്റെ അടിയിലാ. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ലേ? ഒന്ന് പറയും, ഇപ്പം വെള്ളമുള്ളത് എവിടെ? അള്ളാന്റെ ഹബീബിന്റെ സമക്ഷത്തിലെ വെള്ളമുള്ളൂ. അബൂജഹലിന്റെയും മുത്തുബത്തിന്റെയും വെള്ളമൊക്കെ ഒലിച്ചുപോയി. ഇനി എന്താ ചെയ്യാ? അപ്പോഴാണ് അവിടുന്ന് അബുൽ ഹക്കം ചാടി എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞ യജമാനനായ അബൂജഹൽ, ഞാൻ പോയിട്ട് വരാം. മുഹമ്മദിന്റെ ഹൗലീന്ന് വെള്ളമെടുക്കാനാണോ? അത് ഞാൻ റെഡിയാണെന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, അബുൽ ഹക്കം കുതിരപ്പുറത്ത് പാഞ്ഞു കയറിയിട്ട് ഓടുകയാണവിടെ. ഇലാ ഹലറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലേക്കൊന്ന് ഓടിപ്പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് ധൈര്യമുണ്ടോ? മുഹമ്മദ് ഇവിടന്ന് ഞാൻ വെള്ളമെടുക്കാൻ പോവുകയാണ്. ഉമ്മാന്റെ മുലപ്പാല് കുടിച്ച് വളർന്നിട്ടുള്ള ഒരാള് മുഹമ്മദിന്റെ കൂട്ടത്തിലുണ്ടോ? പറഞ്ഞുവിട് മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ കളിയാക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാള് വലിച്ചൂരുകയാ. ഉമർ വാള് വലിച്ചൂരി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, താഴ്ത്തിയിടുമ്പോൾ ശത്രു പാഞ്ഞു വന്ന് വെള്ളമെടുക്കാൻ. ഇവിടെ നമുക്കൊരു പാടുണ്ട്, മുഅ്മിനീങ്ങളായ നമുക്കൊരു പാടുണ്ട്. ശത്രുക്കൾ പാഞ്ഞു വന്ന് വെള്ളമെടുക്കാൻ അബുൽ ഹക്കം പാഞ്ഞു വന്നു. അബൂബക്കർ, ഉമർ, ഉസ്മാനൊക്കെ വാള് വലിച്ചൂരി തലയെടുക്കാൻ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറയും. ഇവിടെ ഉസ്താദ്മാരെ കുറക്കെ ചെല്ലുന്നുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു. അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരിക്കുക, അവൻ ഒരല്പം വെള്ളം എടുത്തോട്ടെ. അതെങ്ങനെ നബിയെ പറ്റുക? അതെങ്ങനെ പറ്റുക? വെള്ളം എടുക്കാൻ ഇദ്ദേഹം നമ്മുടെ ശത്രുവാൻ. നമുക്ക് വെള്ളം ഇല്ലാതിരുന്ന സമയത്ത് ഇവരാരും നമ്മളൊന്നും സഹായിച്ചിട്ടോളില്ല. പിന്നെന്തിനാ നമ്മളവർക്ക് വെള്ളം കൊടുക്കുക, നമ്മളെ ശത്രുവിന്? സുബ്ഹാനല്ലാഹ്. ഉടൻ തന്നെ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ മക്കക്കാരാട്ടി ഓടിച്ച് മക്കയുടെ മലമുകളിലേക്ക് എന്നെ കൊണ്ടുപോയപ്പോ ഭക്ഷണമില്ലാതെ ഞാൻ അവിടുന്ന് പച്ചിലകളും അതിന്റെ കായ്ക്കണികളും പറിച്ചു കടിച്ചപ്പോ, നാൽക്കാലുകൾ കാഷ്ടിക്കുന്ന മാതിരി ഞാൻ കാഷ്ടിച്ചപ്പോ ഒരു നേരത്തെ ഭക്ഷണം എനിക്ക് അവിടെ കൊണ്ടെത്തുന്നത് ഈ അബുൽ ഹക്കമാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു അബുൽ ഹക്കമിനോട് നന്ദിയുള്ളവനാണ് എന്നവിടെ നിന്ന് പഠിപ്പിച്ചു പോയത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ ആണെങ്കിൽ ഒരല്പം വൈരാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, എവിടെങ്കിലും ഒരല്പം വൈരാഗ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്താ ചെയ്യുക? പിന്നെ അതിനെ കുത്തിയിട്ട് ആ പുണ്ണാത്ത് വീണ്ടും കുത്തി പുണ്ണാക്കി ഇങ്ങനെ അങ്ങോട്ട് മനുഷ്യ ആകെ മാന്തി പൊളിച്ച് ഒന്നുമല്ലാത്ത കോലത്തിലാക്കും. കൂടെ ഉണ്ടായിരുന്ന മനുഷ്യനാൻ അന്ന് കുറേ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തോ ഒരു കാര്യത്തിൽ തെറ്റിപ്പിരിഞ്ഞു. ഈ ഒരു തെറ്റിപ്പിരിവ് കാരണം പിന്നെ ഭൂലോക ശത്രുവായി. ഈ വഴിയോരത്തോടെ എല്ലാം കടന്നു പോകണ്ടാൽ അവനെപ്പോലെ ശത്രുക്കൾ വേറെ ആരില്ല. നമ്മുടെ ഗതി. പക്ഷേ ഇസ്ലാമിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന് വേണ്ടി ഓടി വന്ന അബുൽ ഹക്കമിനോട് അല്ലാഹു റസൂൽ പറഞ്ഞു, എടുത്ത മോനെ വെള്ളനാൻ. ഇത് നമ്മളെ കൊണ്ട് പറ്റോ? ഒരു മനുഷ്യൻ നന്നാകുന്നത് നമുക്കിഷ്ടമല്ല.
ഇന്നലെ വരെ പള്ളി കയറാത്ത ഒരാൾ ഇന്നിപ്പം അള്ളാൻ്റെ പള്ളിയിലേക്ക് വന്നു. അപ്പം നമ്മുടെ ചില കാരണന്മാർ ഇങ്ങനെ നോക്കും, പടച്ചോനെ ഈ പകയിന്നിപ്പം പള്ളിയിലേക്ക് വന്നേക്കണല്ലോ, ഈ ഒരു നോട്ടം തന്നെ തെറ്റാണ്. ഒരു മനുഷ്യ അള്ളാൻ്റെ പള്ളിയിലേക്ക് വന്നാൽ അൽഹംദുലില്ലാ സന്തോഷം അതുണ്ടാവാവൂ. അല്ലാതെ ചില ആളുകൾ പറയും, അപ്പം എനിക്ക് പള്ളിയൊക്കെ ഉണ്ടല്ലേ, ഈ ഒരു ചോദ്യം പാടില്ല. ഒരു സഹോദരി നന്നായാൽ ഓൾ വലിയ ഫർദ കിട്ടത് ഇപ്പോഴാണ്. ഈ ഒരു ചിന്ത മനുഷ്യന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് അവർ ഇബ്ലീസിന്റെ അനുയായികളാണെന്ന് മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ഇബ്ലീസ് ഭയങ്കര കാര്യം, അവൻ്റെ കാര്യം ഓർത്താൻ തന്നെ ചിരിക്കാനുണ്ട് കരയാനുണ്ട്. അമ്മാതിരി സാധനമാണ് മൂപ്പര്. അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല, വളരെ ചുരുങ്ങിയ സമയം നമുക്കുണ്ടല്ലോ. എന്തു പറഞ്ഞു ഒരു പിടുത്തം കിട്ടുന്നില്ല എനിക്ക്. ഏതായാലും അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ. അവസാനം അബുൽ ഹക്കം പറഞ്ഞു, എനിക്കിങ്ങടെ ഓശാരൊന്നും വേണ്ട, തിരിച്ചുപോയി, വെള്ളം എടുക്കാതെ പോയി. അപ്പോഴാണ് അടുത്ത ആളെ വിളിച്ചു, ഇനി ആരാണ്? അബൂജഹൽ വിളിക്കുന്നുണ്ട്, ഇനി ആരാ? മുഹമ്മദിന്റെ ഹൗലീന്ന് വെള്ളമെടുത്തു കൊണ്ടുവരുന്നതാരാര്? സുബ്ഹാനല്ലാഹ്. ഹാക്കിം ഇബ്നു ഹിസാം ചാടിയേറ്റ് പറഞ്ഞു, ഞാൻ പോയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ആള് ചാടിയേറ്റ് അസ്വദ് പറഞ്ഞു, ഞാൻ പോയിട്ട് വെള്ളമെടുത്തിട്ട് വരാം. പടച്ചോനെ, ഈ പകനെ കണ്ട മനുഷ്യന്മാര് പേടിച്ചു. ആനന്റെ കാലും ആനന്റെ കയ്യും ആനന്റെ തലയുള്ള സാധനം, അമ്മാരത്തൊരു സാധനം പറയാൻ, ഞാൻ പോയിട്ട് വെള്ളം എടുത്ത് തരാം. ഇവർ ഈ പകയൻ പാവപ്പെട്ട സ്വഹാബത്തിന്റെ അടുത്തൂടെ പോയി ആ കാറ്റടിച്ചാൽ മതി, അവരവിടെ വീഴും. അമ്മാദത്തെ ഒരു പകയൻ പറഞ്ഞു, ഞാൻ പോയിട്ട് വരാം. അവിടെ നിന്ന് പോവുകയാണ്. ചെന്നുകൊണ്ട് മദീനത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിനെ അസംഖ്യം പറയുകയാ, റസൂലുള്ളാഹിനെ ചീത്ത വിളിക്കുകയാ, റസൂലുള്ളാഹിനെ ആക്ഷേപിക്കുകയാ, റസൂലുള്ളാഹിനെ കളിയാക്കുകയാണ്. ഇത് കേട്ടുകൊണ്ട് സഹിക്കാൻ കഴിയാതെ അവിടെ നിന്നാ പറഞ്ഞു പോകുന്ന കളിയാക്കൽ അസ്വദ്. അപ്പോഴവിടെ അസ്വദ് ചോദിക്കുകയാണ്, മുഹമ്മദ്, ആരാണ് ധൈര്യമുണ്ടോ, ആണത്തമുള്ള ഒരാളെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഈ ഹൗലീന് ഞാൻ വെള്ളമെടുത്താൽ എന്നെ തടയാൻ ചങ്കൂറ്റമുള്ള ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ മുഹമ്മദ്? അവിടെ മദീനത്തിന്റെ രാജകുമാരന്റെ സമക്ഷത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പയായ ഉറക്കെ പറഞ്ഞു, ഹംസത്തുൽ കറാർ, ഉറക്കെ ഹംസത്തുൽ കറാർ. ഇത് ബദരീങ്ങളെ പറ്റിയാ പറയുന്നത്. നെഞ്ചകത്ത് ഈമാനിന്റെ മാധുര്യമുണ്ടാകണ്ടേ. ഹംസത്തുൽ കറാർ റളിയല്ലാഹു ചാടി ഇറങ്ങുകയാണ്. അല്ലാഹുവേ, വല്ലാത്തൊരു രംഗമാണ്. വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി തമ്പിയ സോവാദിൽ മാറടാ വല്ലൽ ബിമാവ് മോദർഹലിന് വെള്ളം കുടിക്കുന്നോനാരടാ അംബർ ഷെഫിയുള്ള കാവൽ വെച്ചു സംബരമിൽ വന്ന് കോരടാ ഹൗലുവരായാനിബിയാവലിന് വെള്ളം കുടിക്കുന്നോനാരടാ വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്നു കാണട്ടെ വന്നവിധത്തോട് വെള്ളം കുടിച്ചാട്ട് തുണ്ടിട്ട് മാമാകം പൊട്ടിയേളിനട്ട് വീരിയ വാക്കീന് പേട്ടു വേളിപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു തുരുമ്പെടുത്ത വാളുമായിട്ട് അല്ലാഹുവിന്റെ ഹബീബിനെ പുലമ്പിപ്പോയ, റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചു പോയ, റസൂലുള്ളാഹിന്റെ ഹൗലൽ കൗതറിന് വെള്ളമെടുക്കാമെന്ന് ആ ഒരു ശത്രുവിനോട് മല്ലിടാ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പയായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു ചാടി ഇറങ്ങുകയാണ്. കഴിയില്ലടാ, എന്റെ റസൂലുള്ളാഹിന്റെ ഹൗലിന് വെള്ളമെടുക്കാൻ ഹംസത്തുൽ കറാർ ജീവിച്ചിരിക്കുന്ന സമയം വരെ അത് അനുവാദം തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചാടിയിറങ്ങിയിട്ട് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. ബദറിന്റെ യുദ്ധം അവിടെ മുതൽ ആരംഭിക്കുകയാണ്. രണ്ട് വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടുകയാണ്. മണൽ പരപ്പിലായിട്ടുള്ള മണലുകളിങ്ങനെ പൊങ്ങുകയാണ്. കാറ്റടിച്ച് വീശുന്നുണ്ട്. ഹംസത്തുൽ കറാറിനെ കാണുന്നില്ല, അസ്വദ് കാണുന്നില്ല. അല്ലാഹുവേ, ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിന്റെ തല ഇവിടെ തെറിച്ചു വീഴുകയല്ല.
ആ പകയനാണെങ്കിലോ അജാനുഭാവനായ മനുഷ്യനാണ്. അവസാനം വേദനയോടെ ഗർഗതത്തോടെ വാളിന്റെ ശബ്ദം മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന സഹാബത്തിന്റെ മുമ്പിൽ സുബ്ഹാനല്ലാഹ് ഒരു തലയതാ തെറിച്ചു വീഴുകയാണ്. സഹാബത്ത് ആകാംക്ഷയോടെ കടന്നു ചെന്നുകൊണ്ട് നോക്കുമ്പോഴോ അത് അസ്വദിന്റെ തലയാൻ. അവിടെ വിജയം സംഭവിച്ചതാർക്കാൻ? ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിക്കാണ്. ഹംസത്തുൽ ഖറാർ. ഉറക്കെ ഒന്ന് പറഞ്ഞോളി, ഹംസത്തുൽ ഖറാർ. മജ്ലിസിനൂർ ചെല്ലണ്ടേ? ചെല്ലണോ വേണ്ടേ? നിങ്ങൾ വേണോ വേണ്ട? നിങ്ങൾ പറയും വേണ്ടേ? പിന്നെന്താ നിങ്ങൾ ചൊല്ലത്ര മടി? ഹംസത്തുൽ ഖറാർ. നിങ്ങളെ കൊണ്ട് ഇങ്ങനെ ചൊല്ലിപ്പിച്ചാൽ എനിക്കും വല്ല കൂലി കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ചൊല്ലിപ്പിക്കുന്നത്. ഇല്ല, പിന്നെ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അള്ളാഹു നമുക്ക് സന്തോഷം നൽകട്ടെ. അത് പണ്ടൊരു മൊയ്ലാർ പറഞ്ഞ കണക്ക്, പണ്ടൊരു ഉസ്താദിൻ്റെ ഒരു മുക്രി ഉസ്താദിൻ്റെ അടുക്കൽ വേറെ ഒരു ഉസ്താദ് പോയി, വേറൊരു മുക്രി ഉസ്താദ്. അപ്പം പരിശുദ്ധമാക്കപ്പെട്ട് പിന്നെ റമളാനാണ്. അപ്പം റമളാൻ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ വാള് പറഞ്ഞാൽ. അങ്ങനെ പോയിട്ട് ആ പള്ളിയിലെ മുക്രി ഉസ്താദിൻ്റെ ചോദിച്ചു, ഇന്ന് ഇവിടെ നിന്ന് വാള് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. പക്ഷെ നല്ല കിട്ടുന്ന നാടാന്നറിയാം. അപ്പോൾ ഈ മുക്രി ഉസ്താദ് പറഞ്ഞു, ഇവിടെ വലിയൊരു മെച്ചമൊന്നും ഉണ്ടാവില്ല. ഇവിടെ മുക്രി ഉസ്താദ് പറയുന്നില്ലല്ലോ, ഇവിടെ വലിയൊരു മെച്ചമൊന്നും ഉണ്ടാവില്ല. ഇവിടെ നിങ്ങൾ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇവിടുത്തെ പൂച്ച വരെ ഖുർആൻ ഓതും, പിന്നെ ഇനിയിപ്പോൾ എന്ത് വാള വേണ്ടെന്ന്. സുബ്ഹാനല്ലാഹ്, ഈ പള്ളിയിലുള്ള പൂച്ച വരെ ഖുർആൻ ഓതുന്നാണ്. സുബ്ഹാന റബ്ബിൽ ആലമീനായ തമ്പുരാനെ വന്ന മുക്രിക്ക് ആസ്തക വിഷമത്തിലായി. പടച്ചോനെ, പൂച്ച വരെ ഖുർആൻ ഒന്ന് നാട്ടിൽ ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഏതായാലും നിങ്ങൾ എനിക്ക് വാള് പറയാനുള്ളൊരു അവസരം തരണ്ട, പൂച്ച ഖുർആൻ ഓതുന്നത് കേൾപ്പിച്ചെന്നാൽ മതി എന്ന് പറഞ്ഞു. സുബ്ഹാന, കുടുങ്ങല്ല പടച്ചോനെ. മൊയ്ലാർ നേരെ പോയിട്ട് കുറച്ച് ചോറൊക്കെ ഇട്ട് ഇളക്കിയിട്ട് ഒരു പൂച്ചയായിട്ട് നേരെ വന്നു. എന്നിട്ട് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹദ്ദു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ബാക്കി ഓതി, അലഹിം യറാഊന വയംനഊനൽ മാഊൻ. ഈ മാഊൻ്റെ അവിടെ എത്തിയപ്പോൾ പൂച്ചയുടെ മണ്ടക്ക് പറ്റില്ല. അപ്പോൾ പൂച്ച മ്യാവെന്നായി കൊടുത്തു. കണ്ട, നമ്മുടെ നാട്ടിലെ പൂച്ചക്കുതിന് ഖുർആൻ ഓതുന്നാണ്. അപ്പോൾ ഈ ഒരു കോലത്തിലെ നമ്മുടെ അവസ്ഥ ഇങ്ങനെ എന്തെങ്കിലും കേൾക്കാൻ അങ്ങോട്ട് അണ്ണാക്കി തൊടാൻ അങ്ങോട്ട് പിടിക്കാൻ അങ്ങോട്ട് വിടാൻ എന്നിട്ട് പറ്റൂല. ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ അവരൊക്കെ ചാടി അവിടെ മുതൽ ആരംഭിച്ച് യുദ്ധം തുടങ്ങി. അതിൻ്റെക്കിടയിൽ ഒരുപാട് ചരിത്രങ്ങൾ പറയാണ്ട്, അതിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ വളരെ മർമപ്രധാനമായിട്ട് മാത്രം ചെയ്തു. അവിടെ മുതൽ തുടങ്ങി അവസാനം ഞാൻ ചുരുക്കി പറയട്ടെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ മലക്കുകളെ വിളിച്ചു. സഹാബത്തിനൊന്നുമില്ലല്ലോ, തുരുമ്പെടുത്ത വാള്, കഴിക്കൊന്നുമില്ല, കണ്ണൊട്ടി, വയറൊട്ടി, ആസകലം വിഷമത്തിൽ. എന്താ ചെയ്യാ? ആ സമയത്ത് അവിടെ അല്ലാഹുവിനോട് ദുആ ചെയ്ത്, പടച്ച റബ്ബേ, എന്റെ സഹാബത്ത് പാപങ്ങളാണല്ലോ, അവർക്ക് കുടിക്കാൻ വെള്ളമില്ല അല്ലാ, അവർക്ക് ഭക്ഷണമില്ല അല്ലാ, അവരുടെ കണ്ണ് പോലും കുടുങ്ങിട്ട് കണ്ണിന്റെ അകത്തേക്ക് വീണുപോയി അല്ലാ. സാധുക്കളായ എന്റെ സഹാബത്തിന് പടച്ച റബ്ബേ നിന്റെ വിജയമല്ലാത്ത ഒരു വിജയമില്ല അല്ലാ. മനസ്സ് പൊട്ടിയിട്ട് എന്റെയും നിങ്ങളുടെയും ഖൽബിന്റെ രാജകുമാര മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യുമ്പോ അല്ലാഹു മലക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു, മലക്കുകളെ, ഭൂമി ലോകത്തേക്ക് നിങ്ങളൊന്ന് കടന്നു പോവുക, എന്നിട്ട് നിങ്ങൾ അവരെ സഹായിക്കുക. അവരെ സഹായിക്കാൻ പറയുമ്പോൾ മലക്കുകൾ പറഞ്ഞു, അല്ലാഹു നമുക്ക് യുദ്ധം ചെയ്തുള്ള വലിയൊരു എക്സ്പീരിയൻസ് ഒന്നുമില്ല, കഴുത്തറുക്കാൻ നമുക്കറിയില്ല. അപ്പൊ അല്ലാഹു പെട്ടെന്ന് അവിടെ നിന്ന് ചെറിയൊരു കരവട്ടം അടുപ്പിച്ചു കൊടുത്തു. മനുഷ്യന്മാരെ കനം കുറഞ്ഞ ഭാഗം നോക്കി വെട്ടാൻ പറഞ്ഞു. എവിടെയാണ് വെട്ടിയ പെട്ടെന്ന് മുറിയ ആ ഭാഗം നോക്കി നിങ്ങൾ വെട്ടിയാൽ മതി. മലക്കൾ നേരെ വരിവരിയായിട്ട് തക്ബീറും ചൊല്ലി ഇറങ്ങി വന്നു. ശത്രുക്കൾ അരിഞ്ഞു വീഴ്ത്തി. അവിടെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ എല്ലാ പ്രോജ്വലമായ എല്ലാ നേട്ടങ്ങളും മുന്നോട്ട് കടന്നു വന്നു. അന്ന് അവിടെ ആ ഒരൊറ്റ വിജയം സംഭവിച്ചത് കൊണ്ടാണ് ഈ ഇരിക്കണം നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നില്ലെങ്കിൽ ഈ പരിസരത്തുണ്ടാവൂല, മജ്ലിസിനൂർ ചൊല്ലാൻ തന്നെ ഉണ്ടാവൂല, മജ്ലിസിനൂറിന്റെ മാവോലും കാണൂല. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് അങ്ങനെ ബദറിൽ പങ്കെടുത്ത് നമുക്ക് വേണ്ടിയൊക്കെ വളരെയേറെ കഷ്ടപ്പെട്ട സ്വഹാബത്തിൻ്റെ പേരുകളാണ് നമ്മളിവിടെ പറയും. മഹാരഥന്മാരായ പണ്ഡിതന്മാർ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്, ബദരീങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സിൽ അവരുടെ ആത്മാക്കൾ കടന്നു വരുമെന്നാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ സദസ്സിൽ ഒരുപാട് ആളുകളുണ്ട്, നിങ്ങൾക്കൊക്കെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകാം, നൂറ് നീറുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. ഇതിനൊക്കെ ഏറ്റവും നല്ലൊരു പരിഹാരം
അത് ബദരീങ്ങളുടെ കാവലോടുള്ള ഏറ്റവും നല്ലൊരു ചോദ്യമാണ്. അല്ലാഹുവേ, ഈ സദസ്സിലിരിക്കുന്ന മുഴുവൻ ആണ് പെണ്ണ് കൊച്ചുമക്കൾ എല്ലാവർക്കും ബദരീങ്ങളുടെ കാവലിന് കൊടുക്കണേ റഹ്മാനെ, സന്തോഷം കൊടുക്കണേ റഹ്മാനെ. അത്ര പോരിഷയുണ്ട്. എന്തിനെ? പിന്നെ മക്കം ഫതഹിന്റെ അന്ന് ആ ഒരു വിജയത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു മക്കം ഫതഹിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ട നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയെ, നിങ്ങൾ എന്ത് രഹസ്യം നടത്തണമെന്ന് ചോദിച്ചു. നിങ്ങൾ എന്ത് രഹസ്യം നടത്താം? റസൂലുള്ളാഹി നിങ്ങൾ ചോദിച്ചല്ല, നമ്മളിവിടെ ഇത്ര ആളേ ഉള്ളൂ, നമ്മുടെ സ്വഹാബത്ത് മാത്രമേ ഉള്ളൂ, പിന്നെന്താ വിഷയം? അതല്ല നബിയെ, നിങ്ങൾ ഇവിടെ വെച്ചുകൊണ്ട് ചർച്ച ചെയ്ത രഹസ്യം സാറാ എന്ന് പറയുന്നൊരു പെൺകുട്ടി ആ ഒരു കത്തിനകത്താക്കിക്കൊണ്ടതിനെ വെളിപ്പെടുത്താൻ കൊണ്ടുപോവുകയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയെ കർറമഹുല്ലാഹ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അലിയെ, കടന്നുപോയിട്ട് സാറാ എന്ന് പറയുന്ന പെൺകുട്ടിയെ പിടിച്ചു കെട്ടുക. ആ പെൺകുട്ടിയുടെ കയ്യിൽ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ ഒരു കത്തുമായി ഒളിപ്പിച്ചുകൊണ്ട് കടന്നു പോവുകയാ. അത് കൊണ്ട് കൊടുത്താൽ നമ്മുടെ രഹസ്യങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകും. അതുകൊണ്ട് കടന്നു പോകാൻ പറയുമ്പോ ബിൽബിൽ എന്ന് പറയുന്ന ബുള്ളറ്റിന്റെ പുറത്ത് അലിയാലങ്ങൾ കയറുകയാണ്. ബിസ്മില്ലാഹ്, ഒരൊറ്റ പോക്കാണ്. പോകുന്ന വഴിയില് സാറാ എന്ന് പറയുന്ന പെൺകുട്ടി കടന്നു പോവുകയാണ്. ആ പെൺകുട്ടിയെ പിടിച്ചു നിർത്തിയിട്ട് അലിയാർ തങ്ങൾ ചോദിച്ചു പോയി, പൊന്നുമോളെ, എവിടത്തേക്കാ കടന്നു പോകുന്നത്? നിന്റെ കയ്യിൽ എഴുത്തുണ്ടല്ലോ, ആ എഴുത്തെവിടെ പൊന്നുമോളെ? സാറാ എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്നില്ല. അവസാനം അവിടെ നിന്ന് കൈകൾ നോക്കുമ്പോ കൈകളിൽ കത്തില്ല. അവസാനം അവിടെ നിന്ന് ആ പെണ്ണ് ഒളിപ്പിച്ചു വെച്ചത് തലമുടിയുടെ ഇടയിലാണ്. ആ പെണ്ണ് അവിടെ നിന്ന് കത്തൊളിപ്പിച്ചു വെച്ചത് എവിടെയാണ്? ഒന്ന് പറ, എവിടെയാണ്? കത്തൊളിപ്പിച്ചത് എവിടെയാ? അടക്കണം, എന്ത് മരുതി കൂട്ടില്ല. നിങ്ങളുടെ കൂടെ വന്നോൾ, ഇരുന്ന് ഉറങ്ങല്ലേ, നോമ്പാണെന്നും പറഞ്ഞിട്ട്. പണ്ടൊരാൾ പറഞ്ഞല്ലേ, ഞാൻ ഒരു ഉസ്താദ് തന്നെ ഇപ്പം അടുത്ത് നമ്മുടെ ഒരു കൂട്ടുകാരനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇത്ര മണിയാകുമ്പോൾ നിങ്ങൾ ഇന്നടുത്ത് എത്തണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. വിളിച്ച് സുബ്ഹാനല്ലാഹ് ഇടങ്ങേറായി. അവസാനം ഞാനവിടെ നിന്ന് പോയി. അപ്പം ഞാൻ ചോദിച്ചു, ഇത് എന്തുറക്ക പറയാ? അപ്പോഴത്തേനാ പറയാ, മുഅ്മിനിൻ്റെ ഉറക്ക ഇബാദത്താണ്, അതുകൊണ്ട് അവിടെ നിന്ന് ഉറങ്ങിയാന്നാ എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് ഇവിടെ വന്നിരുന്നിട്ട് ഉറങ്ങിയാൽ എന്ത് ഉള്ള ഇബാദത്തൂടെ പോകും. അതുകൊണ്ട് അള്ളാഹു നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ പെണ്ണിൻ്റെ മുടിക്കെട്ടിൻ്റെ ഉള്ളിൽ ഇവരെഴുത്ത് വെച്ചു. അതെടുത്തു അലിയാർ തങ്ങൾ ഈ പെണ്ണിനെയും കൂട്ടി ഇലാ ഹളറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ, ഈ കത്ത് കൊടുത്തിട്ടത് ആരുമല്ല, നമ്മളോടൊപ്പം ബദറിൽ പങ്കെടുത്തു പോയ ഹാത്തിബ് എന്ന് പറയുന്ന സ്വഹാബിയാണ് നമ്മുടെ ഈ ഒരു രഹസ്യം പുറത്താക്കിയത്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കി, ബദറിൽ പങ്കെടുത്തു പോയ മനുഷ്യൻ നമ്മുടെ രഹസ്യം വെളിവാക്കിയെന്നോ? ഇത് കേട്ടപാട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വാളങ്ങ് വലിച്ചേറുകയാണ്. തലകൊയ്യാനായിട്ട് ശത്രുക്കൾക്ക് വേണ്ടി വെളുത്താവളം ഒരുക്കി പോയ ഹാത്തിബിന് ഇന്ന് വേണ്ട നബിയേ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഉമറേ, താഴ്ത്തിയുടെ ഉമറേ, ആരുടെ നേർക്കാണ് ഉമറേ നിന്റെ വാളെടുത്തത്? അവൻ ബദറിൽ പങ്കെടുത്തു പോയ ആളാണ് ഉമറേ, അല്ലാഹു സ്വർഗം കൊടുത്ത ആളാണ് ഉമറേ. അതുകൊണ്ട് അവരുടെ നേർക്ക് വാളെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടെ അള്ളാന്റെ ഹബീബിന്റെ രഹസ്യം ചോർന്നു കൊടുത്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏയ് വേണ്ട, അത് ബദറിൽ പങ്കെടുത്തു പോയ ആളാണ്, ഒന്നും പറഞ്ഞേക്കല്ലേ. അവസാനം ചെന്നിട്ട് മാപ്പ് ചോദിച്ചു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അവിടെ നിന്ന് മുസ്തഫ നബി തങ്ങളുടെ രഹസ്യ സംഭാഷണം ചോർന്നു. ഒരു എഴുത്തെഴുതി ആ കുട്ടിൻ്റെ കയ്യിൽ കൊടുത്തിട്ടു. എന്നിട്ട് പോലും ബദറിൽ പങ്കെടുത്തു എന്നുള്ള ആ ഒരു നിയമം കൊണ്ട്, ആ ഒരു സന്തോഷം കൊണ്ട് ഒന്നും പറയാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിച്ചിട്ടില്ല. അത്രത്തോളം പോരിശയും അത്രത്തോളം സന്തോഷവും അത്രത്തോളം പവറും ഉള്ളവരാണ് ബദരീങ്ങൾ. അവരുടെ പേർക്കാണ് നമ്മളിവിടെ ചെല്ലുന്നത്. എന്ത് മജ്ലിസുന്നൂർ, എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല നമ്മളെ ഖബൂലാക്കുമാറാകട്ടെ. എന്തിന് നമ്മളൊക്കെ ചെല്ലാറുണ്ടല്ലോ, ദഹമോത്തത് കൂട്ടിടും സുകൂസിനെ കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു
മനുഷ്യൻ മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ ഒരു മനുഷ്യൻ മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ ആ മനുഷ്യന്റെ സക്കറാത്തിന്റെ ഹാലിലാണെങ്കിൽ സമുദ്രത്തിലുള്ള മുഴുവൻ വെള്ളം കൊണ്ട് ചെന്ന് അവന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്താലും അവന്റെ വെള്ളം ദാഹം മാറില്ല എന്ന പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ മരിക്കും, ദാരിമി മരിക്കും, നിങ്ങളും മരിക്കും, ചെറുപ്പക്കാരൊക്കെ മരിക്കും. അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക്. അപ്പോൾ ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ ഒരാൾ കണ്ണൊക്കെ ഉരുട്ടി തന്നെ നോക്കുന്നുണ്ട്. നിങ്ങളല്ല, ഞാൻ വേറെ ആൾക്കാരെ പറഞ്ഞേ. എല്ലാവരും മരിക്കും. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. ഇവിടെ നമ്മൾ കല്യാണം കുറച്ചിരിക്കുന്ന സമയമാണ്. നിങ്ങൾ വന്നിട്ട് മരിക്കും എന്ന് പറഞ്ഞ് പേടിയാക്കല്ല മീരായിരുന്ന അല്ലേ? മരിക്കും എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ഒക്കെ ശരിയായിക്കോളും. കല്യാണവും ശരിയാവും, നിക്കാവും ശരിയാവും, ഒക്കെ ശരിയാവും. അള്ളാഹു നമുക്ക് നല്ല ഹൈറായ ജീവിതം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ളം കൊണ്ടുവരും, എന്നിട്ട് പറയും ഇബ്ലീസ് ഇങ്ങനെ വരും. ആ സമയത്ത് നല്ല വെള്ളം ദാഹല്ലേ ഇബ്ലീസ്. ഇങ്ങോട്ട് സ്വന്തം ആളാ, അടുത്ത ആള്, ഇവിടെ ഉണ്ടാള്, ഒന്ന് പറയും ഇബ്ലീസ് ലഅനത്തുള്ള. അത് പറയണം, അങ്ങനെ പറയുന്നത് വേണം അല്ലേ? ഇല്ല ഇപ്പം നമ്മൾ പിന്നെ അടുത്ത ചങ്ങാതിയാണ് മൂപ്പര്, അടുത്ത ചങ്ങാതിയാണ്. മൂപ്പരല്ലേ പറഞ്ഞത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടിയിട്ട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞു. എന്നിട്ട് മൂപ്പരെ അവിടെ നിന്ന് പോയോ? ഇല്ല. അള്ളാഹിനോട് ചോദിച്ചു, റബ്ബേ എന്നൊരു കാര്യം ചെയ്യ്, ഇനി കുറച്ച് കാലം ജീവിച്ചിരിക്കാനുള്ള ഒരു അവസരം കൊടുത്താൽ അള്ളാഹു ആ ഒരു അവസരം കൊടുത്ത്. വീണ്ടും ഈ പഹ എന്താ ചോദിച്ചത്? എനിക്ക് നിൻ്റെ പിന്നെ സമുദായത്തിൽപ്പെട്ട നിൻ്റെ അടിയാറുകളെ എനിക്ക് വഴിപിഴപ്പിക്കാനുള്ള അവസരം കൂടെ തരണം. ഇത് ചോദിച്ചിട്ടാണ് ഈ പഹയൻ നമ്മുടെ ഇടയിലൊക്കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഇടയിലേക്ക് ഈ പഹയം വന്ന് കയറും. അതുകൊണ്ട് സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പരാജയത്തിൽപ്പെട്ടു. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ആനന്ദം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാം കഴിയൂലേ? നമ്മളൊക്കെ നന്നായിട്ട് നോമ്പ് നോറ്റു. എല്ലാവർക്കും നോമ്പില്ലേ? നോമ്പ് നന്നായിട്ട് തുറക്കാറില്ലേ? എന്താ പറയാത്തെ? നോമ്പ് ഉഷാറായിട്ട് ഇല്ലേ? ഉഷാറായിട്ട് തുറക്കാറില്ലേ? അല്ല, ഒരു തണ്ണിമത്തനൊക്കെ ബിസ്മില്ല ഒറ്റടിക്ക് പോകൂലേ? അമ്മാതിരി തുറപ്പാ നമ്മുടെ തുറപ്പ് അല്ലേ? ചില ആളുകൾക്ക് നോമ്പില്ലാത്തവരുണ്ട്. ഇവിടെ അല്ല കേട്ടോ, നമ്മുടെ നാട്ടിൻ്റെ കഥ പറയാണ്. ചില ആളുകൾക്ക് നോമ്പില്ല. പണ്ടൊരു കുട്ടി മദ്രസയിലേക്ക് വന്നപ്പോൾ ഉസ്താദ് പറഞ്ഞു, മോനെ എനിക്ക് നോമ്പില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൂടെയുള്ള കുട്ടികൾ പറഞ്ഞ്, ഉസ്താദ് ഇവനിക്ക് നോമ്പില്ല, ഇപ്പം ചോറ് വെച്ചോളെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അവൻ കുടുങ്ങി. അവസാനം പറഞ്ഞു, ഉസ്താദ് എനിക്ക് നോമ്പുണ്ട്. അപ്പോൾ ഉസ്താദ് നോക്കുമ്പോൾ ഇവൻ്റെ വായുടെ ഇവിടെയൊക്കെ കുറച്ച് ചോറൊക്കെ ഉണ്ട്. അപ്പോൾ ഉസ്താദ് കണ്ടുപിടിച്ചു, നിനക്ക് നോമ്പില്ല, നീ ചോറ് കഴിച്ചേക്കാണ്. അപ്പോൾ കുട്ടിയുടെ ചോദ്യം, അല്പം ചോറ് കഴിച്ച നോമ്പ് പറയും ഉസ്താദ്? അപ്പോൾ ഉസ്താദ് പറഞ്ഞു, അല്പമല്ല, എന്തെങ്കിലും ഒരു കട്ടിയുള്ള വസ്തു ഉള്ളിലേക്ക് പോയാൽ മോനെ എൻ്റെ നോമ്പ് മുറി. അങ്ങനെയൊക്കെ നോമ്പ് മുറിയാണെങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ നോമ്പ് എപ്പോഴേ മുറിയണമെന്നാ? മനസ്സിലായില്ല. അങ്ങനെ നോമ്പ് മുറിയാണെങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ നോമ്പ് എപ്പോഴേ കാരണം ഇവിടെ ഉമ്മ ബിസ്മില്ല അടിച്ചിട്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക് നോമ്പ് പോയിട്ട്. അന്നേരം കുട്ടിക്കും കൊടുത്ത പാതി കുട്ടി അടിച്ച് ബിസ്മില്ല. അതാ കുട്ടി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ നോമ്പ് മുറിയൻ്റെ എന്നാ? സുബ്ഹാനല്ലാഹ്, ഈ ഒരു കോലത്തിലാണ് നമ്മുടെയൊക്കെ നോമ്പ് കൊണ്ട് തുറക്കണം മാസാക്കിയിട്ട്. സുബ്ഹാനല്ലാഹ്, കിട്ടണത് ഫുള്ളും പേരറിയില്ലെങ്കിലും പേടിച്ചു നിന്നിട്ട് അരിഞ്ഞ് വെച്ചിട്ട് മൊത്തത്തിൽ അടിക്കുന്ന ആൾക്കാരെ നമ്മൾ. അള്ളാഹു നമുക്ക് നല്ലത് തരട്ടെ അല്ലേ? നമ്മളിവിടെ ഒരുപാട് ഉസ്താദുമാരൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഉസ്താദുമാർക്കൊക്കെ പിന്നെ ആഹാരം കൊടുക്കുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും. നന്നായിട്ട് കൊടുത്തോളിട്ടാ, അള്ളാഹു തആല ബറക്കത്ത് ചെയ്യും. അള്ളാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. പണ്ടൊരു സാധുവായൊരു ഉസ്താദ് വാള് പറഞ്ഞു. ആ വാള് പറഞ്ഞ സമയത്ത് പറഞ്ഞു, പണ്ടുള്ള സ്വഹാബത്തിനൊന്നും കഴിക്കൊന്നുമില്ല, അവർ ഓരോ ഈത്തപ്പഴമൊക്കെ കഴിച്ചിട്ടാണ് അവർ പിന്നെ നോമ്പ് നോറ്റത് എന്നൊക്കെ ബദറിൻ്റെ കഥ പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം വലിയൊരു അട്ടിപ്പാത്രം ഉസ്താദിൻ്റെ പിന്നെ തൊട്ട് മുമ്പിൽ കൊണ്ടുവന്നു. ഉസ്താദ് ഒന്നാമത്തെ പാത്രം തുറന്നു, ഒന്നുമില്ല. രണ്ടാമത്തെ പാത്രം അതിനകത്തൊന്നുമില്ല. അവസാനത്തെ അട്ടിയിലെ പാത്രം എടുത്ത് നോക്കിയപ്പോൾ ഒരു കാരയ്ക്ക്. കാരണം എന്നിട്ട് ഒരു എഴുത്തും, ഉസ്താദെ പണ്ടുള്ള സ്വഹാബത്തിൻ്റെ പാരമ്പര്യം നമുക്ക് വേണം, അതുകൊണ്ട് നിങ്ങൾ ഈ ഒന്ന് കഴിച്ചാൽ മതി. പിറ്റേ ദിവസം ഉസ്താദ് വാള് പറഞ്ഞു, പണ്ടുള്ള കാരയ്ക്ക നമ്മുടെ നാട്ടിൻ്റെ കാരയ്ക്കല്ല, ഒരു ചക്കേൻ്റെ വലിപ്പം ഉണ്ടായിരുന്നു പറഞ്ഞു. ഇല്ലെങ്കിൽ ഉസ്താദ് വീണ്ടും കൊടുങ്ങും. ഇതാ നമ്മുടെ മനുഷ്യന്മാർ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടെ നിന്നതാ മരിക്കാൻ കിടക്കുന്ന സമയമാകുമ്പോ അതം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ, സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ, പിടിമണ്ണ് വാരിയെറിഞ്ഞതത്ഭുതമല്ലേ,
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ബാപ്പ മരിക്കാൻ കിടക്കുമ്പോ, ഉമ്മ മരിക്കാൻ കിടക്കുമ്പോ, സഹോദരങ്ങളെ മരിക്കാൻ കിടക്കുമ്പോ, അല്ലാഹുവേ ആ സമയത്ത് ഇബ്ലീസ് ലഅനത്തുള്ള മനുഷ്യന്റെ ചാര ഒരു പാത്രത്തിൽ വെള്ളമായി വരികയാ. ആ വെള്ളവുമായി കടന്നു വന്നിട്ട് അവിടെ നിന്ന് പറയുന്നത് എന്തെന്നറിയോ? ആ വെള്ളത്തിന്റെ പാത്രവുമായി കടന്നു വന്നു. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, മോനെ ഞാൻ അല്ലാഹുവാണെന്നൊരു വാക്ക് നീ പറഞ്ഞു പോയാൽ ഈ വെള്ളം നിനക്ക് തരാമെന്ന് പറയുമ്പോ ഈമാൻ തെറ്റിപ്പോയ മനുഷ്യരാണോ? സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് പറയും, അല്ല, നീ തന്നെയാ നമ്മുടെ റബ്ബ്, നീ തന്നെയാ നമ്മുടെ റബ്ബ്. അവസാനം കാഫിറായി ചത്തുപോകും. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. എത്ര ഖുർആൻ ഓതിയിട്ട് കാര്യമുണ്ടോ? എത്ര തസ്ബീഹ് ചൊല്ലിയിട്ട് കാര്യമുണ്ടോ? എത്ര ഖത്തമുകൾ തീർത്തെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവർ, എല്ലാവരും ഖുർആൻ ഓതുന്നവരാണ്, എല്ലാവരും നിസ്കരിക്കുന്നവരാണ്, എല്ലാവരും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ ഈമാനില്ലാതെ എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്ത് ചെയ്തിട്ടും വെള്ളത്തിൽ എഴുതിയതുപോലെയാണ്. എന്തൊക്കെ നിസ്കരിച്ചിട്ട് കാര്യമില്ല, ഈമാനില്ല മനസ്സിൽ. നിസ്കരിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, നോമ്പ് നോറ്റി വീട്ടുന്നുണ്ട്, പാവങ്ങളെ സഹായിക്കുന്നുണ്ട്, പക്ഷെ ഈമാൻ എന്ന സാധനം മനസ്സിൻ്റെ ഉള്ളിലില്ല. അപ്പോൾ വെള്ളത്തിൽ എഴുതി മാറി. വെള്ളത്തിൽ എഴുതി ഉണ്ടാവും, അത് വെള്ളത്തിൽ എഴുതി ഉണ്ടാവില്ല, അത് മാഞ്ഞു പോകും. പിന്നെ ചെയ്തിട്ടൊരു കാര്യം, ഇതൊക്കെ ചെയ്തിട്ട് അവസാനം ഉലൈക മഖഅദഹു ഫിന്നാർ, അല്ലേ? അള്ളാന്റെ നരകത്തിന്റെ പടുകൂടിയിൽ. അല്ലദീനഹും അൽ ആയാതിനാ ഗാഫിലൂൻ ഉലൈക മഅവാഹുമുൻ നാർ ബിമാ കാനൂ യക്സിബൂൻ. മനുഷ്യന്മാര് ചെയ്യുന്നത് എന്താണോ അതനുസരിച്ചാണ് അവന്റെ ഓരോ കാര്യങ്ങളും നോക്കുക. അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവന്റെ വാസസ്ഥലം അള്ളാഹുവിന്റെ നരകത്തിന്റെ പടുകുഴിയാണ് എന്ന് അള്ളാഹുവിന്റെ ഖുർആനിലൂടെ അത് ഓതിയിട്ട് മദീനത്തിന്റെ മണവാളനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത് ബദരീങ്ങളുടെ കാവല് കൊണ്ടാണ്. നിർത്തിക്കേ ആരൊക്കെ ഇബ്ലീസ് കൂസിനൊക്കെ പാടുന്നുണ്ട്. ഇബ്ലീസ് കൂസല്ല കേട്ടോ, സുബ്ഹാൻ റബ്ബിൽ ആലമീനായ തമ്പുരാനെ. ഒന്നുകൂടെ പഠിക്കോളൂ. പാടി എന്തൊരു മടി. നേരം ബദരീങ്ങളാൽ തുണറബ്ബന. അല്ലാഹുവേ, മരിക്കാൻ കിടക്കുന്ന സമയമാകുമ്പോ ആട്ടി ഓടിക്കപ്പെട്ട പിശാച് ഇബ്ലീസ് ലഅനത്തുള്ള നമ്മുടെ ചാരത്തേക്ക് വരുമല്ലോ. അല്ലാഹുവേ, ആ സമയത്ത് നമുക്ക് കാവൽ, ബദരീങ്ങളുടെ കാവൽ തരണമല്ല. മജ്ലിസിനോട് ഇന്നിവിടെ വെച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ചിരുന്നു കൊണ്ട് ചെല്ലുമ്പോ ദാഹമോത്തത് കൂട്ടിടുമെന്നുള്ള ബൈത്തിങ്ങനെ പാടുമ്പോ മനസ്സുകൊണ്ടൊന്ന് ഉറപ്പിക്കണം. അല്ലാഹുവേ, എത്രയോ പ്രിയപ്പെട്ട കൂട്ടുകാര് സലാം പറഞ്ഞു പിരിഞ്ഞു പോയല്ലോ, ഉമ്മ സലാം പറഞ്ഞു പിരിഞ്ഞു പോയല്ലോ, ബാപ്പ സലാം പറഞ്ഞു പിരിഞ്ഞു പോയല്ലോ. യാ അല്ലാഹ്, ഇബ്ലീസിന്റെ കെണിയിൽ പെട്ടിട്ടാണോ മരിച്ചു പോയെന്നറിയൂല. അല്ലാഹുവേ, എനിക്ക് മരിക്കുമ്പോഴെങ്കിലും നല്ലതുപോലെ മദീനത്തിന്റെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുളർക്ക കണ്ടിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാ സൗഭാഗ്യം തരണേ അല്ലാ. അത് അല്ലാഹുവേ, ബദരീങ്ങളുടെ കാവല് കൊണ്ട് നൽകണേ അല്ലാ, ബദരീങ്ങളുടെ കാവല് കൊണ്ട് നൽകണേന്നാ. അങ്ങനെ മനസ്സറിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ വെച്ച് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ മരിക്കണ സമയത്ത് ഇരിക്കണ ആൾക്കാർക്കൊക്കെ നമ്മുടെ ഖൽബിന്റെ മണിമാരനെ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ കണ്ടിട്ട് പുഞ്ചിരിച്ചിട്ട് മരിക്കാൻ പറ്റും. അള്ളാഹു ആ ഒരു സൗഭാഗ്യം നമുക്ക് തരട്ടെ. നിങ്ങളെ കഴിയണ സ്വലാത്തൊക്കെ ഒരുപാട് ചൊല്ലിക്കൊള്ളി. ഇതേ നമ്മുടെ കയ്യിലുള്ളൂ. കോടിക്കണക്കിന് സമ്പത്തുണ്ട്, ഒരുപാട് എസ്റ്റേറ്റുകളുണ്ട്, അതൊക്കെ ഇവിടെ കഴിയും. ഷമീർ ദാരിമിക്കായാലും നിങ്ങൾക്കായാലും ഉള്ള സമ്പത്തൊക്കെ നമ്മൾ ഇവിടെ വലിച്ചെറിഞ്ഞിട്ട്, പക്ഷെ റബ്ബിൻ്റെ ഖജനാവിലേക്ക് നമ്മളൊന്നും മാറ്റിയിട്ടില്ല. നമ്മൾ ഉണ്ടാക്കുന്ന സമ്പത്ത് മുഴുവനും ഞാനും നിങ്ങളൊക്കെ എന്താ ചെയ്യുക, നമ്മുടെ ബാങ്കുകളിലൊക്കെ ഇടും. അപ്പം നമ്മൾ ആരെങ്കിലും ചോദിച്ചാൽ എന്താ പറയുക? നമ്മൾ പറയാറുണ്ട്, അത് നമ്മുടെ എൻ്റെ മകള് വളർന്നു വരാൻ, എൻ്റെ മകൻ വളർന്നു വരാൻ എന്നൊക്കെ പറയാറുണ്ടല്ലോ. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ആലുവയിൽ സുബ്ഹാനല്ലാഹ് സാധുവായൊരു സഹോദരൻ, അവിടെ നിന്ന് ഒരുപാട് സമ്പത്തുണ്ട്.
ആ സമ്പത്തൊക്കെ ഒരു വേള നശിച്ചുപോയി. പിന്നെ കുറച്ച് സമ്പത്തുണ്ടാക്കി അത് ബാങ്കിൽ കൊണ്ടുവന്നിട്ടു. എന്തിനാണ്? തൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടിയാണ്. തൻ്റെ മകളെ കെട്ടിക്കാൻ ദുനിയാവിൻ്റെ ഖജനാവിൽ കൊണ്ടുവന്നിട്ട് കൂട്ടി. അങ്ങനെ സന്തോഷത്തോട് കല്യാണം ഉറപ്പിച്ചു. ഇത്ര കൊടുക്കുമെന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു വെച്ച് ഉറപ്പിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചില ആളുകള്, അതൊക്കെ പറഞ്ഞുറപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ പത്രങ്ങളിലൂടെ വായിച്ചു പോയതാണ്. കല്യാണത്തിന് വേണ്ടി പ്രിയപ്പെട്ട പുതുമണവാട്ടിയെ നാളെ നേരം വെളുക്കുമ്പോൾ നിക്കാഹാണ്, നാളെ നേരം വെളുക്കുമ്പോൾ നിക്കാഹാണ്. സുബഹിന്റെ സമയത്ത് വിളിക്കണ ഉമ്മ. ആദ്യമായിട്ട് കുടുംബ ജീവിതത്തിലേക്കൊന്ന് കടന്നു പോകുമ്പോ 2 റക്അത്ത് സുബഹി നിസ്കരിച്ചുകൊണ്ട് കടന്നു പോകാമെന്ന് പറഞ്ഞിട്ട് വിഷമത്തോടെ കടന്നുപോയ പുണ്യതങ്ങൾ അല്ലാഹുവേ, സുബഹിക്ക് വേണ്ടി പടച്ചവന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ സാധുവായ ഉമ്മ കടന്നു പോവുകയാണ്. പൊന്നുമകളുടെ കട്ടിലിന്റെ ചാരത്ത് പോയിട്ട് മകളെ വിളിക്കുന്നു. അല്ലാഹുവേ, പൊന്നുമകൾ അനങ്ങുന്നില്ലല്ലോ, പൊന്നുമകളെ ചലിക്കുന്നില്ലല്ലോ, പൊന്നുമകളെ മിണ്ടാതെ കിടക്കുകയാണ്. എന്തേ പറ്റിപ്പോയെന്റെ പ്രിയപ്പെട്ട പൊന്നുമോക്ക്? ആ സമയത്ത് പ്രിയപ്പെട്ട ബാപ്പ ഓടി വരികയാ. കൂലിപ്പണി ചെയ്ത് ആദ്യമുണ്ടായിരുന്ന സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോയി. പിന്നീട് അവിടെ നിന്ന് കൂലിപ്പണി ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള സമ്പാദ്യം മുഴുവനും ദുനിയാവിന്റെ ഖജനാവിൽ പൊന്നുമകനിക്ക് വേണ്ടി കൊണ്ടിടുമ്പോ അവിടെ നിന്ന് പ്രിയപ്പെട്ട പൊന്നുമകളെ വിളിക്കുമ്പോഴല്ലേ പൊന്നുമകളുടെ കൈപിടിച്ച് വെക്കുമ്പോ ഒരു ചലനം പോലും ഇല്ലാത്ത രീതിക്ക് തളർന്നു പോയിരിക്കുകയാണ്. കാലുകൾ തളർന്നു പോയിരിക്കുകയാണ്. പരിശോധിച്ചപ്പോഴോ മരണമെന്ന് പറയുന്ന പ്രതിഭാസം വന്ന് പിടിച്ചുകൊണ്ട് പോയതാണ്. ഇവിടെ ബാപ്പച്ച് കട്ടപ്പെട്ടുകൊണ്ട് നേരം വെളുക്കാറ് ഇരുട്ടിയാടും. അവിടെ നിന്ന് ചുമട്ടെടുത്തുകൊണ്ട് വലിയ വലിയ ചാക്കുകൾ ചുമന്നിട്ട് തലയിലേക്ക് വെച്ചിട്ട് പൊന്നുമകളുടെ കല്യാണത്തിന് വേണ്ടി സമ്പത്ത് ഉണ്ടാക്കിയിട്ട് ദുനിയാവിന്റെ ആയിട്ടുള്ള ഖജനാവിൽ കൊണ്ടെന്ന് വെച്ചപ്പോ കല്യാണത്തിന്റെ തലേ ദിവസമായപ്പോ അന്നത്തെ രാവിലെയായപ്പോ പൊന്നുമകളെ വിളിക്കാൻ പോകുമ്പോഴോ യാ അല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട റമളാനെന്ന് കടന്നു വന്നതല്ലോ, റമളാനിന്റെ ആയിട്ടുള്ള റഹ്മത്തിന്റെ പത്ത് പിരിഞ്ഞു പോയല്ലോ. അല്ലാഹുവേ, നമുക്ക് റഹ്മത്ത് കിട്ടിയിട്ടുണ്ടോ? പടച്ചവനെ, മഗ്ഫിറത്തിന്റെ പത്ത് കടന്നു പോയിട്ടുണ്ടല്ലോ. അല്ലാഹുവേ, നമ്മുടെ പാപങ്ങൾ പൊറുത്തിട്ടുണ്ടോ? യാ അല്ലാഹ്, അടുത്ത റമളാനിൽ ഞാനുണ്ടോന്നറിയില്ല, അടുത്ത തറാവീഹിന് ഞാനുണ്ടോന്നറിയില്ല, അടുത്ത പരിശുദ്ധമാക്കപ്പെട്ട പെരുന്നാൾ നിസ്കാരത്തിന് എന്റെ ബാപ്പച്ചി ഉണ്ടാകുമോന്നറിയില്ല, എന്റെ പ്രിയപ്പെട്ട ഉമ്മച്ചി ഉണ്ടാകുമോന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, 19 വയസ്സുള്ള സാധുവായ പെൺകുട്ടി ആ കല്യാണത്തിന്റെ അന്നത്തെ ദിവസം മണിയറയിലേക്ക് പോകേണ്ടെന്ന സാധുവായ പൊന്നുമകളുടെ ആ മയ്യത്ത് ചുമന്നുകൊണ്ട് പോകുന്നതാരെന്നറിയോ? വിവാഹത്തിന് വേണ്ടി കളി കണ്ടുവന്ന കാത്തിരുന്ന സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് കാതോട്ടുകൊണ്ടിരുന്ന പോയ പാവപ്പെട്ട ചെറുപ്പക്കാരൻ ആദ്യമായിട്ട് കടന്നു വന്ന് മയ്യത്തിന്റെ കാല് പിടിച്ചിട്ട് ഇന്നത്തെ രാത്രി പുതുമണവാട്ടിയായി കടന്നു വരാറുള്ള പ്രിയപ്പെട്ട പെൺകുട്ടിയുടെ മയ്യത്ത് സുബ്ഹാനല്ലാഹ് പച്ച മണ്ണിന്റെ ഉള്ളറയിലേക്ക് മണിയറയിലേക്ക് പോകുന്നതിന് പകരം മണ്ണറയിലേക്കൊന്ന് കൊണ്ടുവെക്കുകയാണ്. ആ ചെറുപ്പക്കാർ എന്നോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഉസ്താദേ, കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എടുത്തതാ, എനിക്കല്ലാഹു തന്ന അവസരം ഇതാണ് ഉസ്താദേ, എന്റെ ജീവിതം ഇങ്ങനെയാ. ഇന്ന് എന്നോടൊപ്പം കൂടേണ്ടുന്ന സാധുവായ പെൺകുട്ടി ഇന്ന് പച്ചമണ്ണിന്റെ ഉള്ളറയിൽ ഒരാളുടെ സഹായം പോലും ഇല്ലാതെ ഒറ്റയ്ക്കുന്ന് കിടക്കുകയാണ്. അവളെ തനിച്ചാണല്ല ഉസ്താദ്, എനിക്ക് ജീവിക്കാൻ പറ്റിയിട്ടില്ലല്ലോ, സംസാരിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ഇന്നത്തെ രാവിലെ നമ്മുടെ നിക്കാഹിന്റെ പ്രകടനമാണല്ലോ, സന്തോഷം മനസ്സിൽ തളം കെട്ടി നിന്നതാണ്. ഇന്ന് കണ്ണുനീരിന്റെ തീജ്വാലകളാ എന്നവിടെന്ന് പറഞ്ഞു പോയെങ്കിലേ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിന്റെ പകലുകളിലും രാവുകളിലുമായി കടന്നു വന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട ബാപ്പമാര്, പ്രിയപ്പെട്ട ഉമ്മമാര്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് നക്ഷത്രത്തിലൊരാകുന്ന സ്വഹാബത്ത് കടന്നു വന്നിട്ട് പറയാറ്, മുത്തുനബിയേ, റമളാനിൽ നോമ്പെടുക്കുന്നുണ്ട് നബിയേ,
സകാത്ത് കൊടുക്കുന്നുണ്ട് നബിയേ, സദഖ ചെയ്യുന്നുണ്ട് നബിയേ. യാ റസൂലല്ലാഹ്, ഈമാനികമായ ചിന്തയുടെ ഒരവസരം എന്റെ മനസ്സിലേക്കൊന്ന് വരുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തത് എന്റെ പ്രിയപ്പെട്ട സ്വഹാബ, ഓരോ റമളാന് കടന്നു വരുമ്പോ നമ്മളിൽ വിട പറഞ്ഞു പോയവരെ കുറിച്ചൊന്ന് ചിന്തിക്കുക, നമ്മളിൽ വിട്ടുപോയവരെ കുറിച്ച് ചിന്തിക്കുക. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, എന്റെ പ്രിയപ്പെട്ട ബാപ്പമാര്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, നമ്മുടെ ഈ നാട്ടിൽ നമ്മളോടൊപ്പം കഴിഞ്ഞ റമളാനിന്റെ പകലുകളിലും കഴിഞ്ഞ റമളാനിന്റെ രാവുകളിലും നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇന്നവിടെ, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഇന്നവിടെ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ, നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പയുടെ. അല്ലാഹുവേ, പലരും ഇന്ന് വിട പറഞ്ഞു പോയിട്ട് പച്ച മണ്ണിന്റെ ഉള്ളറയിലാണ് അവര് കബറിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറയുന്നുണ്ട്, മക്കളെ ഉമ്മക്കിന്ന് നോമ്പെടുക്കാൻ പറ്റില്ല, ഉമ്മക്കിന്ന് നോമ്പ് തുറപ്പിക്കാൻ പറ്റില്ല, ഉമ്മക്കിന്ന് സദഖ ചെയ്യാൻ പറ്റില്ല. ഇവിടെ കബറിന്റെ ഉള്ളിലാ നിങ്ങളൊക്കെ റമളാൻ മാസം കടന്നു വന്നുകൊണ്ട് നിസ്കരിക്കുമ്പോ, നിങ്ങളൊക്കെ നോമ്പെടുക്കുമ്പോ, നിങ്ങളൊക്കെ സദഖ ചെയ്യുമ്പോ ഇവന്മാർക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല? ഒരു റമളാനും കൂടി റബ്ബിനോട് ചോദിച്ചിട്ട് അല്ലാഹു എനിക്കൊരു റമളാൻ കൂടി തന്നുപോയാൽ കഴിഞ്ഞുപോയ റമളാനിന്റെ എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ഞാൻ ചെയ്യാമല്ലാ. പടച്ചവനെ, എന്നെ ഒന്ന് മടക്കി തരുവോ? അല്ലാഹുവേ, എന്നെ ഒന്ന് മടക്കി തരുവോ? ഈ കബറിന്റെ ഉള്ളിൽ എന്നെ ഒന്ന് മടക്കി തന്നാൽ 60 വയസ്സ് വരെ ഞാൻ ജീവിച്ചവരാണ്, 40 വയസ്സ് വരെ ഞാൻ ജീവിച്ചവരാണ്, 20 വയസ്സ് വരെ ഞാൻ ജീവിച്ചവരാണ്. അതുകൊണ്ട് ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ, സങ്കേതമുള്ള ചെറുപ്പക്കാരാ, ഈ ഉള്ള സമയങ്ങളും രക്തക്കൊഴുപ്പോളും ചോരത്തോപ്പോളും മുഴുവനും അല്ലാഹുവേ പാശ്ചാത്യന്റെ പരിഷ്കാരത്തിന് വേണ്ടി കൊടുക്കാതെ പൊന്നുമകനെ മരിക്കുമെന്നുള്ള ബോധത്തോടെ നാളെ മരിച്ചുപോയാൽ 40 വയസ്സ് വരെ ജീവിച്ചിരിക്കുമല്ലോ, 60 വയസ്സ് വരെ ജീവിച്ചിരിക്കുമല്ലോ. ഈ സമയത്തുള്ള നോമ്പ് എങ്ങനെയെങ്കിലും മടിച്ചു വിളിച്ച് 30 ദിവസം കഴിഞ്ഞാൽ അതൊന്ന് കഴിയുമല്ലോ. വയസ്സായിട്ട് നോമ്പെടുക്കാമെന്ന് പറഞ്ഞിട്ട് കാത്തിരുന്നു പോയ എത്രയോ ചെറുപ്പക്കാർ നിങ്ങളെപ്പോലെ 20 വയസ്സുള്ള, 26 വയസ്സുള്ള, 30 വയസ്സുള്ള സാധുക്കളായ ചെറുപ്പക്കാർ കൈയില്ലാതെ കാലില്ലാതെ ശരീരങ്ങളില്ലാതെ അവിടെ നിന്ന് 6 മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് നിലവിളിക്കുമ്പോ ഇന്നിവിടെ മജ്‌ലിസിൽ നൂറിന്റെ പരിശുദ്ധമാക്കപ്പെട്ട വേദിയിലേക്ക് കടന്നു വന്നുപോയ ചെറുപ്പക്കാരാ, ഉറപ്പിക്കണമല്ല, ഇനിയുള്ള 10 കൂടിയേ ബാക്കിയുള്ളല്ലോ. റഹ്മത്തിന്റെ 10 കടന്നു പോയെന്ന് പഠിച്ചവനെ, അല്ലാഹുവേ നിന്റെ റഹ്മത്ത് നിൽക്കുമ്പോ, അല്ലാഹുവേ നിന്റെ റഹ്മത്ത് നിൽക്കുമ്പോ, നിന്റെ റഹ്മത്ത് എനിക്കില്ല എന്നുണ്ടെങ്കിൽ പടച്ച റബ്ബേ, ഇന്ന് ജീവിച്ചിട്ട് എന്ത് പ്രതിഫലമാണുള്ളത്? എന്റെ അക്കൗണ്ടിൽ വട്ടപൂജ്യമാണല്ലോ അല്ലാ. അതെന്റെ കണ്ണുകൊണ്ടാണോ റഹ്മത്തിനെ ഞാൻ ഇല്ലാതാക്കിയത്? എന്റെ കാതുകൊണ്ടാണോ റഹ്മത്തിനെ ഇല്ലാതാക്കിയത്? എന്റെ നാവ് കൊണ്ടാണോ റഹ്മത്തിനെ ഇല്ലാതാക്കിയത്? എന്റെ കൈകൾ കൊണ്ടാണോ റഹ്മത്തിനെ ഇല്ലാതാക്കിയത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, റമളാനിന്റെ ഒന്നാമത്തെ 10 റഹ്മത്തിന്റെ 10 സലാം പറഞ്ഞു പിരിഞ്ഞിട്ട് അല്ലാഹുവേ റഹ്മത്തിന്റെ 10 പിരിഞ്ഞെന്ന് പറഞ്ഞ് കരഞ്ഞുപോയ പെങ്ങന്മാരിവിടെയുണ്ടോ? ഒരു സീരിയൽ കണ്ടുപോയാൽ, ഏതെങ്കിലും ഒരു സീരിയലിന്റെ ഏതെങ്കിലും ഒരു നടിയെന്ന് മരിച്ചാൽ അവർക്ക് വേണ്ടി ഖത്തമോളും നാടുകൾ നമ്മുടെ നാട്ടിലുള്ളപ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുകയാണ്, മനസ്സ് കൊടുത്തുകൊണ്ട് ഇനിയുള്ള 10 ദിവസങ്ങളില് വെറും ഷോപ്പിങ്ങിന് വേണ്ടി മാത്രം മാറ്റിവെക്കാതെ അവസാനത്തെ 10 എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് വസ്ത്രമെടുക്കാനും ഭർത്താവിന് ഷർട്ട് സെലക്ട് ചെയ്യാനും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് കാതോട്ടുകൊണ്ട് കാത്തിരിക്കുന്ന എന്റെ സഹോദരങ്ങളോട് പറയാറ്, വല്ലാഹി അവസാനത്തെ 10 കഴിഞ്ഞാൽ നസല ഇലൈഹി മലായികത്തുൻ മിനസ്സമാ, അല്ലാഹുവിന്റെ വാനലോകത്തിന് മാലാഖമാര് കടന്നു വരികയാ, വരിവരിയായിട്ട് കടന്നു വരുന്നു. ഒന്നാം ആകാശത്തേക്ക് അവർ കടന്നു വരുന്നു. എന്നിട്ട് ഓരോ മനുഷ്യരും ഇങ്ങനെ നോക്കുകയാണ്. അവസാനത്തെ 10 റബ്ബിനോട് കരയുന്നവരാരാ? റബ്ബിന് വേണ്ടി കണ്ണുനീരൊലിപ്പിക്കുന്നവരാരാണ്? എന്റെ ചെറുപ്പക്കാരാ, ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ മക്കൾക്ക്
മക്കൾക്ക് രോഗമായാൽ കരയാറുണ്ടല്ലോ, മക്കൾ വരാനെന്ന് വൈകിപ്പോയാൽ കരയാറുണ്ടല്ലോ, ഭർത്താവിന്റെ കച്ചവടം പൊട്ടിപ്പോയാൽ കരയാറുണ്ടല്ലോ. എന്നാൽ അല്ലാഹുവേ, ഇവിടുന്ന് മരിച്ചുപോയാൽ കബറിന്റെ ഉള്ളിൽ എന്റെ ഭർത്താവില്ല, ഉമ്മയില്ല, സഹോദരങ്ങളില്ല, മക്കളില്ല, അവിടെ ഒറ്റക്കാണ് റബ്ബേ. അതുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട റമളാനിന്റെ ഈ ഉള്ള അവസാനത്തെ പത്തി അല്ലാഹു എന്റെ കബർ നരകമാകാതിരിക്കാൻ, എന്റെ കബർ നരകമാകാതിരിക്കാൻ പടച്ചോനെ നരകത്തെ തൊട്ട് കാവൽ ചോദിക്കുകയാണ്. എന്നെ മനസ്സ് പൊട്ടിയിട്ട് കരയാൻ എന്റെ പെങ്ങളെ നമുക്കൊന്ന് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ദുനിയാവിന്റെ പുറത്തൂടെ കടന്നു പോകുമ്പോ എല്ലാം കെട്ടിപ്പിടിക്കാനും വാരിപ്പിടിക്കാനും അതിനോടുള്ള മോഹങ്ങളും ആമോഹങ്ങളുമായി എടുത്തു ചാടുമ്പോ എന്റെ പ്രിയപ്പെട്ട പെണ്ണുമ്മമാരെ, എന്തിനാണ് ഈ ദുനിയാവിന്റെ പുറത്തിങ്ങനെ സഞ്ചരിക്കുന്നത്? എന്തിനാ ഈ ദുനിയാവിന്റെ പുറത്തൂടെ കടന്നു പോകുന്നത്? നല്ല വാഹനങ്ങൾ വിളിച്ചുകൊണ്ട് പെറ്റേസുകളുടെ മുമ്പിൽ കേൾക്കുമ്പോ അല്ലാഹുവേ, നമ്മളെ കൊണ്ടുപോകാ സന്തോഷം എന്ന് പറയുന്ന വാഹനം വരുന്ന രംഗമൊന്നും ഓർക്കാറുണ്ടോ? അതിനകത്ത് നമ്മുടെ മക്കൾ നമ്മളെ കുളിപ്പിച്ചുകൊണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ കുളിപ്പിച്ചുകൊണ്ട് എടുത്തു വെക്കുമല്ലോ. അതൊന്ന് ചിന്തിച്ചു പോയാൽ അവസാനത്തെ പത്തിൽ കടന്നു വന്നിരുന്നിട്ട് അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ എടുത്തു വെച്ചിട്ട് സുബ്ഹാനല്ലാഹ് മനസ്സ് പൊട്ടിയിട്ട് യാസീനോദില്ലേ, മനസ്സ് പൊട്ടിയിട്ട് വാഖിആയോദില്ലേ, മനസ്സ് പൊട്ടിയിട്ട് ഖുർആനിന്റെ ഓരോ പേജുകൾ ഖത്തമുകളായിട്ട് മാറിയില്ലേ. അതല്ലാതെ പടച്ചവനെ കുറിച്ച് ഓർക്കാതെ കടന്നുപോയാൽ എന്റെ പെങ്ങളെ വലഅനത്ത് അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ ലഅനത്തിന്റെ മാലാഖമാർ, സമയമില്ലാത്തോണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാ, ലഅനത്തിന്റെ മാലാഖമാർ ശപിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ വഅദ്ഖിൽനി ജന്നത യാ റബ്ബൽ ആലമീൻ. പടച്ചവനെ, നിന്റെ സ്വർഗ്ഗത്തിലേക്ക് ഞങ്ങളെ കടത്തല്ലാ, നരകത്തിന്റെ പടുകുഴിയിലേക്ക് ഞങ്ങളെ വലിച്ചെറിയല്ല അല്ലാ. ഇവിടത്തെ ചൂടെങ്കാണം ശരീരത്തൊന്ന് വന്നു പതിച്ചു പോയാൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ബൈക്കിന്റെ സൈലൻസർ നമ്മുടെ കാലിൽ കൊണ്ടുപോയാൽ കാലിന്റെ ഒരു ഭാഗം വിളകി മാറാറുണ്ടല്ലോ. എന്നാൽ എന്റെ പൊന്നുമോനെ, നരകത്തിലെ ചൂട് മനുഷ്യന്റെ ശരീരത്തേക്കൊന്ന് അടിച്ചു പോയാൽ ഇവിടത്തെ ചൂട്, നിസ്സാരമായ ചൂട് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കടന്നു പിടിച്ചാൽ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ചൂട് കടന്നു പിടിക്കുന്നതിന് മുമ്പ് അവൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുന്നതാണ്. നരകത്തിന്റെ ചൂട് എത്രയാണ്? ദുനിയാവിന്റെ പുറത്തുള്ള ചൂട്, ഈ ചൂട് ഒരു മനുഷ്യന്റെ ശരീരത്തേക്കൊന്ന് വന്നു പതിച്ചാൽ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ചൂട് കടന്നു പിടിക്കുന്നതിന് മുമ്പ് അവൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു. ഉറപ്പാണ്, അതിനകത്തൊന്നും ഒരു മാറ്റമില്ല. അവന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് പിടിക്കുന്നതിന് മുമ്പ് തന്നെ, അല്ല, അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആ ഒരു തീ കടന്നു പിടിക്കുന്നതിന് മുമ്പ് അവന്റെ റൂഹ് അല്ലാഹു കൊണ്ടുപോയിരിക്കും. അല്ലാഹു നമുക്ക് നല്ല മരണം തരട്ടെ. അപകട മരണങ്ങൾ തൊട്ട് അല്ലാഹു നമ്മെ ഏവരെയും കാത്തിരക്ഷിക്കട്ടെ. ചെറുപ്പക്കാരൊക്കെ ആത്മാർത്ഥമായ നാമം പറയാം, അല്ലാഹു അപകട മരണങ്ങൾ തൊട്ട് അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഉറക്കെ പറയും, അല്ലാഹു അപകട മരണങ്ങൾ തൊട്ട് അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലേ? നരകത്തിലാണെങ്കിലോ നരകത്തിന്റെ ചൂട് മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കാഞ്ഞു കയറും. അല്ലേ? ചില ആളുകൾക്ക് നെഞ്ചുവേദന ഉണ്ടാവാറുണ്ട്. സഹിക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അള്ളാന്റെ നരകത്തിന്റെ ചൂടന്ന് കടന്നു. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് നരകത്തെപ്പറ്റി ചിന്തിക്കാൻ എത്ര അവസരമാണ്. അടുക്കളയിൽ ഫുൾ ടൈം 24 hours അടുക്കള നിൽക്കുന്ന സമയത്ത് ആ ഒരു നരകത്തിന്റെ ചൂട്, അല്ലേ, ദുനിയാവിന്റെ ചൂട് നമ്മുടെ ശരീരത്തേക്കൊന്ന് അടിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ ചോദിക്കാൻ ഒരൊറ്റ വട്ടം, അല്ലാഹുവേ, പടച്ച റബ്ബേ, ഈ ചൂട് പോലും സഹിക്കാൻ കഴിയാതെ ഞാൻ പിന്നിലേക്ക് മാറാൻ. അപ്പം നരകത്തിന്റെ ചൂട് എത്രയാ പടച്ചോനെ? ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ചിന്തിച്ചിട്ടുണ്ടോ? ചില ആളുകൾക്ക് പനി ബാധിക്കുമ്പോൾ, ജലദോഷം വരുമ്പോൾ മക്കളോട് പറയും, മക്കളെ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്ക്, കുറച്ച് വെള്ളം ചൂടാക്ക്. ഈ ചൂടാക്കുന്ന വെള്ളം എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ നമ്മുടെ ശരീരത്തേക്കൊന്ന് കോരി ഒഴിക്കുമ്പോൾ അല്പം ചൂട് കൂടിയാൽ പറയും, ഈ മോളെ കുറച്ചുകൂടെ തണുത്ത വെള്ളം ഒഴിക്ക്. ഇതെന്നെ കൊണ്ട് താങ്ങാൻ പറ്റൂല. നരകത്തിൻ്റെ ചൂട് താങ്ങാൻ പറ്റുമോ? എനിക്കിതേ ചോദിക്കാനുള്ളൂ. ഇവിടുത്തെ നിസ്സാരമായ വെള്ളത്തിൻ്റെ ചൂട് പോലും താങ്ങാൻ പറ്റാത്ത നമ്മൾ അള്ളാഹുവിൻ്റെ നരകത്തിൻ്റെ വെള്ളത്തെ താങ്ങാൻ
എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനെ നമ്മളെ കൊണ്ട് കഴിയില്ല. വെള്ളം ദാഹിച്ചു പോകുന്ന പ്രിയപ്പെട്ട ഉമ്മ, വെള്ളം ദാഹിച്ചു പോകുന്ന പ്രിയപ്പെട്ട ബാപ്പ, ഈ ബാപ്പ ഇവിടെ നിന്ന് വെള്ളം ചോദിക്കുമ്പോൾ, ഉമ്മ വെള്ളം ചോദിക്കുമ്പോൾ പൊന്നുമക്കൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കൊണ്ടു കൊടുക്കുന്ന സമയം ആ വെള്ളത്തിന് ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ഉമ്മ പറയും, മോനെ ഇതൊരല്പം കഴിഞ്ഞോട്ടെ, അല്ലെങ്കിൽ ഇതൊന്ന് ആറ്റിയിട്ട് കൊണ്ടുവന്ന് തണുപ്പിച്ചിട്ട് കൊണ്ടുപോവാ എന്നല്ലേ പറയാറ്. ആ വെള്ളം ഫുള്ളായിട്ട് എടുത്തുകൊണ്ട് പിടിപ്പിച്ചാലോ തൊണ്ട പൊട്ടിപ്പോവും. അടുത്ത ദിവസം ഇങ്ങനെ വാതിന് പോയപ്പോൾ ഞാൻ സാധാരണ പറയാറുണ്ട്, എനിക്ക് വാതിന് ചൂടുവെള്ളം വേണ്ടെന്ന് പറയാറുണ്ട്. തണുത്ത വെള്ളമാണ് സാധാരണ എല്ലായിടത്തും എനിക്ക് എന്തെങ്കിലും അങ്ങനെയാണ് കൊണ്ടുവെക്കൽ. ഇപ്പോൾ കൊണ്ടുവരണ്ട ഏട്ടങ്ങൾ അങ്ങനെ കൊണ്ടുവരും. അവസാനം ഒരു ദിവസം ഞാൻ ഒന്നും മിണ്ടാത്തൊരു സ്ഥലത്ത് നല്ല തിളച്ച വെള്ളം 2-3 ദിവസം ഞാൻ അങ്ങോട്ട് അനുഭവിച്ചു. വെള്ളത്തിൻ്റെ ചൂട്, വെള്ളം ഞാൻ ഉപയോഗിച്ചു, നല്ല വെള്ളം പെട്ടെന്ന് തൊറ്റ കുടിയാണ്. സുബ്ഹാൻ റബ്ബില്ലാഹി, നമ്മൾ നാവങ്ങോട്ട് പൊള്ളിയിട്ട് ചിന്തിക്കണം. നമ്മൾ ചൂട് ചായ കുടിക്കുമ്പോൾ, ചൂട് വെള്ളം നമ്മൾ എടുക്കുമ്പോൾ, പടച്ചോനെ ഇതെടുക്കാൻ കഴിയില്ല. ചില ഉമ്മമാർ മക്കൾക്ക് കട്ടൻ ചായ കൊണ്ടുപോകും. കട്ടൻ ചായ കൊണ്ടുപോകുമ്പോൾ അതിങ്ങനെ പിടിച്ചിട്ടാണ് കൊണ്ടുപോകുക. പോകണ സമയത്ത് ചൂട് അവിടെ വെക്കും. ഞാൻ ചോദിക്കട്ടെ, നരകത്തിൻ്റെ ചൂട് നിങ്ങൾ എവിടെ കൊണ്ടുവെക്കും? എവിടെ നിങ്ങൾ കൊണ്ടുവെക്കുക? അല്ല ഇതിപ്പോൾ വേണ്ട, ഞാൻ ഇപ്പോൾ വരാന്നുണ്ട്, പോകാൻ പറ്റുമോ? ഇല്ല. ദാഹമാണെങ്കിലോ അതികഠിനമായൊരു ദാഹമാണവർക്കുള്ളത്. തിളക്കുന്ന ചീഞ്ചല മാനതിൽ ലഭിക്കുന്നത്. ചൂടേറ്റു മുഖമല്ല ഉടൻ കരിയുന്നതാ. തലമുടി കരിഞ്ഞതിലുള്ളതോ ഇളകുന്നതാ. ഉള്ളിൽ കടന്നാൽ കുടലുകൾ നുറങ്ങുന്നതാ. പിന്താര വഴിയത് മുഴുവനും ഒലിക്കുന്നതാ. അല്ലാഹുവേ, നരകവാസികൾക്ക് വല്ലാത്ത വെള്ളം ദാഹമാണ്. റമളാനിന്റെ റഹ്മത്തിന്റെ 10 കിട്ടാത്തവരെ പറ്റി പറയുന്നതാ, മഗ്ഫിറത്തിന്റെ 10 കിട്ടാത്തവരെ പറ്റി പറയുന്നതാണ്. അവരുടെ വാസസ്ഥലം ഉലൈക മഖഅദഹു ഫിന്നാർ. അല്ലാഹു നരകത്തിലേക്ക് മനുഷ്യനെ ചൂണ്ടിയിട്ട് പറയാണ്, ജസാഅ വിഫാഖാ. മോനെ യോജിച്ച ശിക്ഷയാണ്. എന്തിനെന്നറിയോ? അനുഭവിച്ചോടാ ചൂട്. ദുനിയാവിന്റെ പുറത്ത് ചൂട് നിനക്കൊരു സാമ്പിളായി തന്നു. എന്നിട്ട് നീ ചിന്തിച്ചില്ല റബ്ബിന്റെ ചൂട് എത്രയാണ്, നരകത്തിന്റെ ചൂട് എത്രയാ. ഇവിടുത്തെ വെള്ളം ദാഹം പോലത്തെ വെള്ളം ദാഹമല്ല. 40 കൊല്ലം കരയും മനുഷ്യൻ അല്പം വെള്ളത്തിന് വേണ്ടി നരകത്തിൽ. ഒരുപാട് പറയേണ്ടതുമായിട്ട് ബന്ധപ്പെട്ട് മലക്കിനോടൊക്കെ ചോദിക്കും, അള്ളാഹു എന്തിനാണ് അവർ കരയുന്നത്? അള്ളാഹു വഹും എത്തുൽ പോനൽ ഗൈത്ത്, അവർ കുറച്ച് തണുത്ത വെള്ളം ചോദിക്കാൻ. അങ്ങനെ ചോദിച്ചോ. 40 കൊല്ലം, ഇവിടുത്തെ ഒരു കൊല്ലത്തിൻ്റെ കഥ അല്ല കേട്ടത്. 40 കൊല്ലം അങ്ങനെ ചോദിച്ച് അവസാനമുള്ള കാർമേഘം കിട്ടും. ആ കാർമേഘത്തിൽ അങ്ങനെ കിട്ടുമ്പോൾ ഈ ഇതിൽ കിടക്കുന്ന ആളുകൾ വരിക, അള്ളാഹു നമുക്ക് അല്പം വെള്ളം തരാൻ പോവാൻ. അങ്ങനെ മേപ്പോട്ട് നോക്കിയിരിക്കുമ്പോൾ അള്ളാഹുവേ അർസലത്ത് അലൈഹിം അഖാരിബാ. സുബ്ഹാനല്ലാഹ്, തീ കൊണ്ടുള്ള തേളുകളെ അല്ലാഹു മഴത്തുള്ളികളായി ഇവന്റെ വായിലേക്ക് നിക്ഷേപിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ചിന്തിക്കാൻ പറ്റുമോ? ശരീരത്തിലൂടെ ഇത് തുളച്ചു കയറുന്നുണ്ട്, വായിലൂടെ മുന്താരത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. വീണ്ടും 40 കൊല്ലം ചോദിക്കും, അല്ലാഹ് പറ്റൂല, ഇതല്ല നമ്മൾ ചോദിച്ചത്, നമുക്ക് മഴ വേണം. 40 കൊല്ലം വീണ്ടും കരഞ്ഞു. അവസാനം അള്ളാഹു കാർമേഘം കിട്ടും. ആ കാർമേഘത്തിലൂടെ വീഴുന്നത് അള്ളാഹു അവിടെ നിന്ന് ചെയ്യുന്ന ഉർസിലത്ത് അലൈഹിമുൽ ഹയാ, വലിയ വലിയ പാമ്പുകളെ. ഇവിടുത്തെ പാമ്പല്ല, തീ കൊണ്ടുള്ള പാമ്പുകൾ അള്ളാഹു തആല പറഞ്ഞു വിടുന്ന നരകവാസികളിലേക്ക്. പടച്ചോനെ, ഈ സദസ്സിരിക്കുന്ന മുഴുവൻ ആളുകളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. മനസ്സറിഞ്ഞ് പറയാം, ആവേശത്തോട് പറയത്തി കടത്തല്ല അല്ലാ. ഇവിടുത്തെ ദുനിയാവിൻ്റെ നിസ്സാരമായ ഒരു പാമ്പും കുഞ്ഞിനെ പോലും കണ്ട നമുക്ക് പേടിയാണ് റബ്ബേ. യാ അല്ലാ, മനസ്സ് പൊട്ടിയിട്ട് പറയാ, ഞങ്ങളുടെ ഉമ്മമാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പമാർ, കൂടപ്പിറപ്പുകൾ, പടച്ച റബ്ബേ, എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. നരകത്തിൻ്റെ കുഴിയിലേക്ക് ഞങ്ങളെ വലിച്ചെറിയല്ലേ അല്ലാ. അങ്ങനെ ചോദിച്ചു. ആദ്യം അള്ളാഹു തേളിനെ കൊടുത്തു, രണ്ടാമത് പടച്ചവൻ പാമ്പുകളെ കൊടുത്തു, മൂന്നാമത് വീണ്ടും ചോദിക്കും, അല്ലാ പറ്റൂല, ദാഹിക്കുന്നുണ്ട്. അവസാനം അവിടെ നിന്നും മാലാഖമാര് കടന്നു വരികയാണ്. പാത്രം കൊണ്ടുവന്നു. ആ പാത്രത്തിൽ നരകത്തിൻ്റെ ചീഞ്ചലങ്ങൾ ഇങ്ങനെ കോരുകയാണ്.
അല്ലാഹു നമ്മെ മുഴുവനും രക്ഷപ്പെടുത്തട്ടെ. ആ ചീഞ്ചലം ഇങ്ങനെ കോരിയിട്ട് അതികഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത്. തിളക്കുന്ന ചീഞ്ചലമാണതിൽ ലഭിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് മനുഷ്യന്റെ വായുടെ ഭാഗത്തേക്കൊന്ന് വെച്ചു തരുമ്പോ അല്ലാഹുവേ ചൂടേറ്റു മുഖമല്ല ഉടൽ കരിയുന്നതാ, തലമുടി കരിഞ്ഞതിലുള്ളതോ നിളകുന്നതാ. ആ പാത്രം നമ്മുടെ മുഖത്തേക്കും നടിപ്പിക്കുമ്പോ ദുനിയാവിന്റെ പുറത്ത് പടച്ചവനെ മതിമറന്നുകൊണ്ടുള്ള പോക്ക് പോകുമ്പോ എൻ്റെ പെങ്ങന്മാരോട് പറയാ, ഈ അവസാനത്തെ 10 കൊത്തുകളഞ്ഞു അങ്ങോട്ട് കൊന്നുകളഞ്ഞുള്ള പോക്ക് പോകുമ്പോ നരകത്തിന്റെ തിളക്കുന്ന ചീഞ്ചലം തരുമ്പോ അത് കുടിക്കാൻ പറ്റുമോ? പറ്റില്ല. എന്തോരു വല്ലാത്ത ദുരിതമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് കുടിപ്പിക്കുകയാണ്. മലക്കുകൾ കുടിയടാന്ന് പറഞ്ഞിട്ട് കുടിപ്പിക്കുകയാണ്. അവസാനം ഉള്ളിലേക്ക് പോയാലോ, ഉള്ളിൽ കടന്നാൽ കുടലുകൾ നുറങ്ങുന്നതാ, പിന്താര വഴിയത് മുഴുവനും ഒലിക്കുന്നതാ. പിന്താരത്തിലൂടെ ഒലിച്ചു വരുന്ന കുടലുകളൊക്കെ അറ്റുപോയി കഷണങ്ങളായി. അല്ലാഹുവേ, ഈ ഒരു ഗതികേട് ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും വെക്കല്ല അല്ലാ. അതുകൊണ്ട് മനസ്സ് പൊട്ടിയിട്ട് ദുആ ചെയ്തോ, അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ വദ്ഖിൽനിൽ ജന്ന യാ റബ്ബൽ ആലമീൻ. എന്തോ ഒരു ദുആയാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അതുകൊണ്ട് കരയണേ നമ്മൾ. ഇനിയുള്ള ദിവസങ്ങൾ പൊട്ടിക്കരഞ്ഞോ. മദീനത്തിന്റെ രാജകുമാരനെ ഇപ്പൊ അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. മദീനത്തിന്റെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ പൊട്ടി പൊട്ടി കരയുന്ന കണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു പോയി, നബിയേ അവിടെ എന്തിനാണ് ഇങ്ങനെ പൊട്ടിക്കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നലദൈനാ അകാലം വജഹീമാ, ഇന്നലദൈനാ അകാലം വജഹീമാ وطعاما ذا غصة وعذابا أليما. അല്ലാഹുവേ, തിളക്കുന്ന ചീഞ്ചലങ്ങളാണ്, അതുപോലത്തെ വലിയ ചങ്ങലകളാണ് എന്നുള്ള ഖുർആനിന്റെ ആയത്ത് അല്ല അലിയേ. എന്റെ മുമ്പിലേക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്നിട്ട് ഓതി തന്നപ്പോ എന്റെ മനസ്സൊന്ന് പൊട്ടിപ്പോയതാ, എന്റെ മനസ്സ് പിടഞ്ഞു പോയതാണ്. അതുമാത്രമല്ല, ഇത് കൊണ്ടുവന്ന ജിബ്രീൽ, ഉറക്കെ കൊണ്ടുവന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണുകളിലൂടെ കണ്ണുനീര് ധാരധാരയായി വലിച്ചിറങ്ങിയപ്പോ ഞങ്ങൾ ചോദിച്ചു പോയി, അല്ല എന്തിനാണ് ജിബ്രീലേ കരയുന്നത്? നരകത്തെപ്പറ്റി ഈ ഒരായത്ത് കൊണ്ടുവന്നപ്പോ എന്റെ മനസ്സ് പൊട്ടിപ്പോയി നബിയേ. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചല്ല ജിബ്രീലേ, നിങ്ങളൊക്കെ പടച്ചോന്റെ മുമ്പിൽ വലിയ ആളുകളാണല്ലോ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അവിടെ നിന്ന് പറഞ്ഞു റസൂലുള്ളാഹി, ഇബ്ലീസ് ഞങ്ങളുടെ നേതാവായിരുന്നല്ലോ ലഅനത്തുല്ലാഹി അലൈഹി, ഇന്നവൻ പോലും പടച്ചവന്റെ നരകത്തിലാണ്. അതുകൊണ്ട് ഞാൻ കരഞ്ഞു പോയതാണെന്ന് അവിടെ നിന്ന് ജിബ്രീൽ പറഞ്ഞപ്പോ അലിയേ, അത് കണ്ടുകൊണ്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയതാണ്. ആരാ ചെറുപ്പക്കാരാ കരയുന്നത്? ആരാ പെങ്ങളെ കരയുന്നത്? നമുക്ക് വേണ്ടി മാതൃത്വം കാണിച്ചു തന്ന ലോകത്തിന്റെ ഗുരുവേ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ജീവിതം മെച്ചപ്പെടുത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് സന്തോഷം തരട്ടെ, അല്ലാഹു നമുക്ക് ആനന്ദം തരട്ടെ, അല്ലാഹു നമുക്ക് ആഹ്ലാദം തരട്ടെ ബിഹഖി റസൂലില്ലാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഉള്ള അവസാനത്തെ 10 എന്നോട് പറഞ്ഞത് കറക്റ്റ് 3 മണിയാണ്. ഞാൻ അപ്പുറത്തോട്ട് പോയാൽ ഒരുപക്ഷെ ശരിയാവൂല. ഇന്നിവിടെ മജ്ലിസുന്നൂർ ചെല്ലാനുണ്ട്, അതുപോലെ മജ്ലിസുന്നൂറും പിന്നെ സ്വലാത്തൊക്കെ ചെല്ലാൻ. അതുകൊണ്ട് അത് മാത്രമല്ല, ഇവർ മജ്ലിസുന്നൂർ കഴിഞ്ഞതിന് ശേഷമായിരുന്നു എൻ്റെ വാള് വെച്ചത്. പക്ഷെ എനിക്ക് ഇന്നിപ്പോൾ നേരെ
തിരുവനന്തപുരത്തേക്ക് എനിക്ക് പോകാനുള്ള. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സംഘാടകർ ഫസ്റ്റ് പറയാനുള്ള അവസരം തന്നെയാണ്. ഇന്നിപ്പോൾ എത്ര പരിപാടി എന്നറിയോ, എല്ലാ ദിവസവും അള്ളാഹിൻ്റെ കുദ്റത്ത് നിങ്ങളുടെ ദുആയും കൊണ്ട് എല്ലാ ദിവസവും പരിപാടിക്ക് കൊണ്ട് അള്ളാഹു നിങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. നിങ്ങളൊക്കെ